Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian, English faculty ആണ്. അപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് 10th November 2021. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന രണ്ട് ആർട്ടിക്കിൾസ്, അതുപോലെ അവിടെ വന്നിരിക്കുന്ന ഗ്രാമർ സ്ട്രക്ചേഴ്സ്, വൊക്കാബ് മൊത്തമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. ഹലോ എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് താമസിപ്പിക്കുന്നില്ല, നേരെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യമേ നമ്മൾ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കും ഇന്നത്തെ. അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കുന്നു. സെന്റൻസ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ദെൻ മൂവിങ് ഓൺ ടു ദ മെയിൻ അജണ്ടമാണ് നമ്മുടെ മെയിൻ കാര്യം, നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കഷൻ ആണ്. അത് നമ്മൾ ഗ്രാമർ സ്ട്രക്ചേഴ്സും എല്ലാ സെന്റൻസ് സ്ട്രക്ചേഴ്സും ഒക്കെ നോക്കും. എന്നിട്ട് നമ്മൾ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഇന്നലത്തെ ഹോംവർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു, ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ തരുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മളിപ്പോൾ നവംബർ ആണ്. നവംബർ മാസം പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാംസ്, നമുക്ക് എക്സാമിൻ്റെ ഒരു സമയമാണല്ലേ. നവംബർ നമുക്കറിയാം, ഈ ആഴ്ച 13-ാം തീയതി നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പോകുന്നുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. മാത്രമല്ല നമ്മുടെ LDC മെയിൻസിന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡ് എത്തിയില്ലേ. അപ്പോൾ എല്ലാവർക്കും സെന്റേഴ്സ് ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഗെറ്റ് പ്രിപ്പയർഡ് എവറി ഡേ കേട്ടോ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നമ്മുടെ കോഴ്സ്, നമുക്ക് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക. Y314 എന്നാണ് എൻ്റെ കോഡ്, Y314. ഓക്കെ, സോ കേരള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ സെക്കൻഡ് ബാച്ച് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച്, ടാർഗറ്റ് കേരള എന്ന് പറഞ്ഞൊരു ബാച്ച് റണ്ണിങ് ആണ് കേട്ടോ. ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. മറക്കണ്ട, കോഡ് Y314. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കോട്ട് ഇതാണ്: A little progress each day adds up to big results. ഒരുപാടൊന്നും വേണ്ട അല്ലെ, ഡെയിലി ഇച്ചിരി ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ചെറിയ ചെറിയ പ്രോഗ്രസ് നമ്മൾ വരുത്തിയാൽ മതി. നമ്മൾ ഈ കടലിൽ ഒക്കെ പോകുമ്പോൾ കാണാറില്ല, ബീച്ചിലൊക്കെ പോകുമ്പോൾ തിര ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഒഴുകി വരുന്നു ആൻഡ് കുറച്ച് വന്ന് പിന്നെ കയറി അങ്ങ് വരില്ലേ. അത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. എവറി ഡേ മേക്ക് ഷുവർ ദാറ്റ് യു അപ്ഡേറ്റ് യുവർ സെൽഫ്. കുറേശ്ശെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. ആൻഡ് ആ കൂട്ടി വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അവസാനം എന്താവുക, ഒരു ബിഗ് റിസൾട്ടായി മാറുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആഡ്സ് അപ്പ് യുവർ ലിറ്റിൽ പ്രോഗ്രസ് എവറി ഡേ ടു മേക്ക് ബിഗ് റിസൾട്ട്. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ, രണ്ട് ആർട്ടിക്കിളാണെന്നുള്ളത്. ഒന്ന് നമ്മുടെ പഴയ ലഖിംപൂരിലെ കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കുമല്ലോ. നമ്മുടെ ഫാമേഴ്സിനെ ഒരു 4 പേരെ നമ്മൾ കാറിടിച്ച് കൊന്ന ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അത് നമ്മുടെ ഹോം മിനിസ്റ്ററിന്റെ മകനായതുകൊണ്ട് കേസ് ഇപ്പോഴും എന്താ പറയുക, വലിയാണ്. അതൊരു ഭയങ്കര ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി അപ്പോൾ ഓൾറെഡി നമ്മളത് 2 ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാമേഴ്സിന്റെ ആ കേസിനെ പറ്റിയുള്ളത് ഡിലേ നടക്കുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഗിവ് ഇറ്റ് എ റീഡ്. പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വന്നിട്ടുണ്ട്. കുറച്ച് ഫിഷർമെൻ, മത്സ്യത്തൊഴിലാളികളെ, സാധാരണക്കാരെ, സിവിലിയൻസിനെ പാകിസ്ഥാൻ നിന്നുള്ള നമ്മുടെ ഒരു ഏജൻസിയുടെ, ടെററിസ്റ്റ് ഏജൻസിയുടെ ഭാഗമായിട്ട് കൊലപ്പെടുത്തി. അപ്പൊ അതിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഇന്നുണ്ട്. അപ്പൊ അത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ അതേ ഹരിശ്രീ, പലതുള്ളി പെരുവെള്ളം, അത് തന്നെയാണ് കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം കേട്ടോ. യെസ്, സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ, ബെയർ ഫ്രൂട്ട്. ഞാൻ നമ്മളോട് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ, ബെയർ ഫ്രൂട്ട്. നമ്മൾ ഈ നൗണിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫ്രൂട്ട്, ബെയർ ഫ്രൂട്ട് എപ്പോഴും പറയാറുണ്ട്. സോ ബെയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുക അല്ലെ, ഫലം പുറപ്പെടുവിക്കുക എന്നാണ് അതിന്റെ പേര്, മീനിങ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ, ടു ഹാവ് എ സക്സസ്ഫുൾ റിസൾട്ട്, നല്ലൊരു റിസൾട്ട് കൊണ്ടുവരുന്നതിനെയാണ് ടു ബെയർ ഫ്രൂട്ട് അല്ലെ. നമ്മൾ പറയാറുണ്ട് ബെയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഇഡിയമാണത്. ബെയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇഡിയം. സോ ആ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു സെന്റൻസ് പറയാണ്, if you study hard or if you prepare well, it will definitely bear fruit അല്ലെ. നന്നായി പഠിച്ചാല്, നന്നായി ഹാർഡ് വർക്ക് ചെയ്താല്, നന്നായി ട്രൈ ചെയ്താല് ഇറ്റ് വിൽ ബെയർ ഫ്രൂട്ട് എന്ന് പറയില്ലേ. അതാണ് ഈ ബെയർ ഫ്രൂട്ടിന്റെ മീനിങ് കേട്ടോ. യെസ്, ഗുജറാത്ത് ബോർഡർ വെച്ചിട്ടുള്ള ഗൺ ഷോട്ട്. യെസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹരി. മാരിടൈം സെക്യൂരിറ്റി ഏജൻസി. യെസ് വി ആർ ഗോയിങ് ടു ലേൺ ദാറ്റ്. അതിനെ പറ്റി നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ ബെയർ ഫ്രൂട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ ഇസ് മോ ഡൗൺ. മോ ഡൗൺ നമ്മൾ കേട്ടിട്ടുണ്ട്. ലഖിംപൂരി കേസിന്റെ സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് മോ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു കിൽ ഓർ കട്ട് ഡൗൺ, അല്ലെങ്കിൽ ഡിമോളിഷ്, ഇല്ലാണ്ടാക്കുക എന്നുള്ളതിന് അർത്ഥം. സോ മോ ഡൗൺ എന്ന വാക്കിന്റെ അർത്ഥം കൊന്നുകളയുക. ടു മർഡർ സംവൺ, ടു കിൽ സംവൺ, അല്ലെങ്കിൽ ടു കട്ട് ഡൗൺ സംതിങ് അല്ലെ. നമ്മൾ മോ ഡൗൺ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ എന്താ പറയുക,
ചില നമ്മളൊക്കെ അറിയാലോ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ ചില ബുഷിൽ, അതായത് നമ്മുടെ കുറ്റി ചെടികളൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, വളർത്താറുണ്ട് അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. അതിന് പറയുന്ന പേര് മോ ഡൗൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ഡൗൺ എന്നൊരു മീനിങ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മോ ഡൗൺ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക എന്നുള്ളത് അർത്ഥമുണ്ട് അതിന്. അപ്പം ചില മെഷീൻസ് ഒക്കെ വെച്ച് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്ത് കളയില്ലേ, അതിനെ തന്നെയാണ് മോ ഡൗൺ എന്ന് പറയാം. എന്നാൽ അതേ അർത്ഥമുണ്ട് കില്ല് ചെയ്ത് കളയുക, ഡിസ്ട്രോയ് ചെയ്ത് കളയുക എന്നൊക്കെ അർത്ഥമുണ്ട്. സോ അതാണ് ഇവിടുത്തെ മീനിങ് വരിക കേട്ടോ. അപ്പൊ ഇന്നത്തെ ആർട്ടിക്കിളിലെ മീനിങ് ഈ മോ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു കിൽ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Yeah, a genuine effort in exam preparation bear fruit. Yes, Siji, yes. Okay, yeah. On account of നമ്മൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പോൾ ഒരു ഫ്രേസ് ആണ് കേട്ടോ, ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ഓൺ അക്കൗണ്ട് ഓഫ് എന്ന മീനിങ് എന്താണ്? ബിക്കോസ് ഓഫ്, അല്ലെങ്കിൽ ഓണിങ് ടു അല്ല കേട്ടോ, അതൊരു ടൈപ്പിംഗ് എറർ ആണ്, സോറി. ഓണിങ് ടു അല്ല, ഓവിങ് ടു. ഇതിന്റെ കാരണം കേട്ടോ, കാരണമായി, ഇന്നൊരു കാരണമായി, ബിക്കോസ് ഓഫ്, ഓവിങ് ടു, ഡ്യൂ ടു എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഓർത്ത് വെച്ചോ, ഡ്യൂ ടു ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓവിങ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓൺ അക്കൗണ്ട് ഓഫ് കഴിഞ്ഞിട്ട് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയതുകൊണ്ട് തന്നെ അതിന് ശേഷം എന്ത് വരണം? ഒരു ഒബ്ജക്റ്റ് വരണം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പോസിഷന് ശേഷം എന്താ വരണ്ടേ? ഇതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതുകൊണ്ട് പ്രിപ്പോസിഷന് ശേഷവും പ്രിപ്പോസിഷണൽ ഫ്രേസിന് ശേഷവും എപ്പോഴും ഒബ്ജക്റ്റ് ആണ് വരേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ഓവിങ് ടു എന്താണ് എന്നുള്ള രീതിയിൽ വരാറുണ്ട് കേട്ടോ. യെസ്, നോക്കിക്കേ, അടുത്ത് നോക്കിയേ, ടു ഗെറ്റ് കോട്ട് ഇൻ, പെട്ടുപോവാന്നൊക്കെ അർത്ഥം പറയില്ലേ. ടു ഗെറ്റ് കോട്ട് ഇൻ എന്ന് പറയുന്നത്, ടു ഗെറ്റ് കോട്ട് ഇൻ വയലൻസ്, ടു ഗെറ്റ് കോട്ട് ഇൻ ഫൈറ്റ്, ടു ഗെറ്റ് കോട്ട് ഇൻ ക്രൈസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അർത്ഥം എന്താണെന്നറിയോ? ഗെറ്റ് കോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ചെയ്യുക, അറിഞ്ഞോണ്ടോ അറിയാതെയോ ഇൻവോൾവ് ആയി പോവുക ഇൻ എ ഡിഫിക്കൽട്ട് ഓർ എന്താണ് കൺഫ്യൂസിങ് സിറ്റുവേഷൻ. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പെട്ടുപോവുക എന്നുള്ള അർത്ഥമാണ് ഗെറ്റ് കോട്ട് എന്ന യൂസേജ് കേട്ടോ. ഈ ഗെറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കിട്ടുക, പ്രൊവൈഡ് ചെയ്യുക, കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥം. കിട്ടുക എന്നുള്ള അർത്ഥം പറ്റില്ലേ ഗെറ്റിന്? ഉണ്ട്. ഒബ്റ്റെയിൻ സംതിങ്, ഗെറ്റ് സംതിങ് എന്ന് കേട്ടിട്ടുണ്ടാവായിരിക്കും. എന്നാൽ ഗെറ്റിന്റെ വേറൊരു മീനിങ് ഉണ്ട്. കോസറ്റീവ് വേർബാണ് ഗെറ്റ് എന്ന് പറയുന്നത്. ടു ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ദ റൂം, ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഗെറ്റ് എന്ന് പറയുന്നത് കോസറ്റീവ് വേർബാണ്. ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നതിനാണ് കോസ് എന്ന് പറയുക. അപ്പൊ കോസറ്റീവ് വേർബായിട്ട് ഗെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഈ ഫ്രേസ് കാണുന്നത്. ഗെറ്റ് കോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ, ടു ഗെറ്റ് കോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ, അതായത് നിങ്ങളൊരു കാര്യത്തിൽ ഇൻവോൾവ് ആവുകയാണ്. ഇൻ എ സിറ്റുവേഷൻ വെരി കൺഫ്യൂസിങ് ആൻഡ് ഡിഫിക്കൽട്ട്, അങ്ങനത്തെ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നതെന്ന് നമുക്ക് പറയാം ടു ഗെറ്റ് കോട്ട് ഇൻ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് എന്തായിരുന്നു ചോദിച്ചേ? കോട്ട് അപ്പ് വിത്ത്. യെസ്, കോട്ട് അപ്പ് വിത്ത് പറയാം. യെസ്, ഓട്ടു എന്ന് പറയുമ്പോൾ പ്രതിബദ്ധത, ഒബ്ലിഗേഷൻ. എബില് പറഞ്ഞ കറക്റ്റ്. ഓട്ടു, യു ആർ ഒബ്ലൈജ്ഡ് ടു ഡു സംതിങ്. നീ ഇത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ വരുന്ന ഓട്ടു മോഡൽ ഓക്സിലറി വേർബാണ് കേട്ടോ ഐഷ. യെസ്, ബുഷ് ഫയർ ഇൻ ഓസ്ട്രേലിയ. മൂവ് ഡൗൺ ആണോ? മോസ് ഡൗൺ സെവറൽ കോളേഴ്സ് കേട്ടോ. സിജി, അവിടെ ബുഷ് ഫയർ സിംഗുലർ ആണ്. അപ്പൊ എന്ത് കൊടുക്കണം? അതിന് സിംഗുലർ കൊടുക്കുക, മോസ് ഡൗൺ കൊടുക്കുക. ശ്രദ്ധിക്കണം, നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോൺകോഡ് തെറ്റുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ദ കിങ് മൂവ്ഡ് ദി ട്രൈറ്റർ ഡൗൺ വിത്ത് ഹിസ് സോർഡ്. യെസ് രേവതി, ഗ്രേറ്റ്. അടുത്തെന്താ? ഓക്കെ, താങ്ക് യു വിഷ്ണു. ആൻഡ് ഇൻ ദ വ്യൂ ഓഫ് മീനിങ് ബിക്കോസ് ഓഫ്, ഇൻ ദ വ്യൂ ഓഫ് അതേ മീനിങ് ആണ് ശരത്. അതെ, ബിക്കോസ് ഓഫിന്റെ അതേ മീനിങ് ആണ് ഇൻ ദ വ്യൂ ഓഫ് എന്ന രീതിയിൽ നമുക്ക് പറയും. സെയിം മീനിങ് ആണ്. ഇതിന്റെ കാരണം ഇൻ ദ വ്യൂ ഓഫ്, അതിന്റെ കാരണം എന്ന രീതിയിൽ വരും. യെസ്, റൈറ്റ്, ഓൾ റൈറ്റ്. മൂവിങ് ഓൺ. അടുത്ത് നോക്കിക്കേ, ഫോൾ വിക്ടിം ടു. ഇത് ഒരുപാട് യൂസേജ്, സ്ഥിരമുള്ള യൂസർ ഇന്ന് കുറച്ചധികം ഉണ്ട്, ഓർത്ത് വെച്ചോണേ. ഇന്ന് 2 ആർട്ടിക്കിളോട് ഒരുപാടുണ്ട്. പിന്നെ ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹെർക്കൂലിയൻ ടാസ്ക് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്നാണ്. ഇറ്റ്സ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടാസ്ക്, ട്രബിൾസം ആണ് എന്നുള്ള അർത്ഥം. വാട്ട് ഈസ് ഹെർക്കൂലിയൻ ടാസ്ക്. അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഉപയോഗിച്ച് എന്താണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫോൾ വിക്ടിം ടു എന്ന് പറഞ്ഞാൽ ടു ബി അഫക്റ്റഡ് ഓർ സഫേർഡ് ബാഡ്ലി ബൈ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മൾ അഫക്റ്റഡ് ആകുകയാണ്, സഫർ ചെയ്യുകയാണ്, വളരെ ദോഷമായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുകയാണ്, ദോഷമായിട്ട് നമ്മളെ സഫർ ചെയ്യുന്നുവെങ്കിൽ യു ക്യാൻ സേ ഹി ഫോൾ വിക്ടിം ടു സ്ലേവറി, ഹി ഫെൽ വിക്ടിം ടു സ്ലേവറി. അല്ലെങ്കിൽ our ancestors fell victim to plague. അല്ലെ, many fell victim to COVID-19 pandemic. അല്ലെ,
ഒരുപാട് പേരിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്തു, ഒരുപാട് പേര് സഫർ ചെയ്യപ്പെട്ടു ബിക്കോസ് ഓഫ് അല്ലെ ഫോൾ വിക്ടിം ടു COVID-19 പാൻഡമിക് അല്ലെ. COVID-19 പാൻഡമിക് കാരണം ഒരുപാട് പേരെന്തായി അഫക്റ്റഡ് ആയില്ലേ. സോ യു ക്യാൻ സേ ദാറ്റ്. ടെററിസം എന്നൊക്കെ പറയാം, ഫോൾ വിക്ടിം ടു ടെററിസം, അങ്ങനെ ഒരുപാട് ഫോൾ വിക്ടിം ടു എന്ത് കാരണമാണെന്നുള്ളത് ആ 2 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, എന്താണ് അതിന് കാരണം എന്നിട്ട് കൊടുത്താൽ മതി. ഓൾ റൈറ്റ്, ഓർത്ത് വെച്ചോളാം കേട്ടോ. ഭഗീരഥ പ്രയത്നം, അത് ഹെർക്കൂലിയൻ ടാസ്ക് അല്ലേ. ബാലിയേല മല എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. റോക്കറ്റ് സയൻസ് എന്നൊക്കെ നമ്മൾ അതിന് പറയും, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. സോ അത് ഞാൻ ഇതുവരെ ഇതിവിടെ എഴുതിയിട്ടില്ല, ബട്ട് ഐ വുഡ് റിയലി ഹെൽപ്പ് ഇറ്റ് ഔട്ട്. ഇവിടെ എഴുതാം ഞാൻ എന്തായാലും. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നിങ്ങൾ എഴുതിക്കോളൂ. ആൻഡ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്നാണ് കേട്ടോ. ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലെങ്കിൽ the task one which need അല്ലെ the one which needs lot of input effort, lot of effort കേട്ടോ. one that needs lot of effort, ഒരുപാട് എഫേർട്ട് ആവശ്യമുള്ള ഒരു വർക്കിന് നമ്മൾ പറയാം ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയാം. അടുത്ത് നോക്കിക്കേ, തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട്. അതെന്റെ അതേ മീനിങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഹെർക്കൂലിയൻ ടാസ്കിന്റെ അതേ മീനിങ് ആണ് റോക്കറ്റ് സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളൂ. പറയാറുണ്ട് ഇറ്റ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലെന്ന് പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്. സോ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട്. തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ ഏരിയ പ്രോൺ ടു കോൺഫ്ലിക്ട് ഓർ വോർ. അപ്പോൾ എന്തെങ്കിലും പ്രത്യേക ഒരു ഏരിയയിൽ നമ്മൾ ഇറ്റ്സ് എ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട്. നമുക്ക് പറയാം കശ്മീർ ഈസ് എ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട് എന്ന് പറയാൻ പറ്റും അല്ലെ. കശ്മീർ എന്നും നമുക്ക് പറയാൻ പറ്റും, എപ്പോഴും വഴക്ക്, വാർ, കോൺഫ്ലിക്ട് നടക്കുന്ന ഒരു ഏരിയ ആണ് കശ്മീർ. സോ യു ക്യാൻ സേ ദാറ്റ് കശ്മീർ ഇസ് എ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട് എന്ന് പറയാം. യു ക്യാൻ സേ പാലസ്തീൻ ഇസ് എ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട്. എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന. ആൻഡ് യു നോ ബോർഡർ ഏരിയാസ് അല്ലേ, നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ, ഇന്ത്യ ചൈന ബോർഡർ, ഈ ബോർഡേഴ്സ് ഒക്കെ യു നോ ദ ബോർഡർ ഏരിയാസ് ആർ ഓൾവേസ് തിയേറ്റേഴ്സ് ഓഫ് കോൺഫ്ലിക്ട് എന്ന് നിങ്ങൾക്ക് പറയാം. ദേ ആർ പ്രോൺ ടു കോൺഫ്ലിക്ട് ഓർ വോർ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. അടുത്ത് നോക്കട്ടെ. Yeah, she was caught up in the college work. Okay, yes, that's great. On account of mowing down trees, we fall victim to global warming. Yeah, okay. The Taliban militants mowed down the army and took control over Afghanistan. Yes, on account of his hard work, he got top rank in IAS examination. Yes, Disha, great. District magistrate ordered mandate to follow on account of the upcoming panchayat election. Okay. Yes, great. ഓണറസ് ടാസ്ക് പറയും. യെസ്, ഓണറസ് ടാസ്ക് വളരെ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രയത്നം വേണ്ട ടാസ്ക് ആണ്. യെസ്, വെരി ഗുഡ് അനി, വെരി ഗുഡ് അരുൺ. യെസ്, ലെറ്റ്സ് മൂവ്. അടുത്ത് നോക്കിക്കേ, മേക്ക് ഹെവി വെദർ ഓഫ്. മേക്ക് ഹെവി വെദർ ഓഫ് സംതിങ് എന്നാണ് അതിന്റെ മീനിങ് വരിക കേട്ടോ. മേക്ക് ഹെവി വെദർ ഓഫ് എന്ന് പറഞ്ഞാൽ ഹാവ് അൺനെസറി ഡിഫിക്കൽട്ടി ഇൻ ഡീലിംഗ് വിത്ത് എ ടാസ്ക് ഓർ എ പ്രോബ്ലം. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ടാസ്ക് നമ്മുടെ കയ്യിലുണ്ട്, ആ ടാസ്ക് ചെയ്യാൻ നമുക്ക് അനാവശ്യമായ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുവാണ്. യു ആർ മേക്കിംഗ് പ്രോബ്ലംസ്, യു ആർ മേക്കിംഗ് സം പ്രോബ്ലംസ്. ശരിക്കും പ്രോബ്ലം ഇല്ല, ബട്ട് യു ആർ ക്രിയേറ്റിംഗ് സം ഡിഫിക്കൽട്ടി, യു ആർ ക്രിയേറ്റിംഗ് സം ട്രബിൾ ഇൻ ഡീലിംഗ് വിത്ത് എ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ടാസ്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് യു നോ ഹൗ ടു ഡു ഇറ്റ്, ബട്ട് യു ആർ ഇന്റൻഷനലി മേക്കിംഗ് സം മിസ്റ്റേക്സ്, യു ആർ ഇന്റൻഷനലി ക്രിയേറ്റിംഗ് സം പ്രോബ്ലംസ് ഓർ ട്രബിൾസ് എങ്കിൽ യു ക്യാൻ സേ മേക്ക് ഹെവി വെദർ ഓഫ്. ശരിക്കും മേക്ക് ആണ്. മേക്ക് ഇസ് ഓൾസോ എ കോസറ്റീവ് വെർബ്. ഇവിടെ മേക്ക് ഉപയോഗിച്ചേക്കുന്നത് കോസറ്റീവ് വെർബ് ആയിട്ടാണ്. സോ മേക്ക്, ഗെറ്റ്, ഹാവ് അങ്ങനെയുള്ളതൊക്കെ ഈ പറഞ്ഞ കോസറ്റീവ് വെർബിൽ പെടുന്നവയാണ്. ലെറ്റ്, ബിഡ് ഒക്കെ. അപ്പൊ അതിൽ പെടുന്ന മേക്ക് ഹെവി വെദർ ഓഫ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാണ്. വി ആർ ക്രിയേറ്റിംഗ് ഇന്റൻഷനലി പ്രോബ്ലംസ്. അതിനെ പറയുന്നവർ, അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ വെറുതെ ഡിഫിക്കൽട്ട് ആക്കി ശ്രമിക്കുന്നതിനെ പറയുന്ന പേരാണ് മേക്ക് ഹെവി വെദർ ഓഫ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ഡോണ്ട് മേക്ക് ഹെവി വെദർ ഓഫ് ഇറ്റ്. കേട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, വലിയ പ്രശ്നം നീ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയാറില്ലേ. സോ യു ക്യാൻ യൂസ് ദാറ്റ്. മേക്ക് ഹെവി വെദർ ഓഫ്, ഹാവ് അൺനെസസറി ഡിഫിക്കൽട്ടി ഓർ ട്രബിൾ ഇൻ ഡീലിംഗ് വിത്ത് എ ടാസ്ക് ഓർ പ്രോബ്ലം. അപ്പോൾ ഇത് എവിടുന്നാ വന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ലഖിംപൂരി കേസിൽ ഇപ്പോഴും പ്രോബ് ഇസ് നോട്ട് ഡൂയിങ് പ്രോപ്പർലി, ഇൻവെസ്റ്റിഗേഷൻ നന്നായി നടക്കുന്നില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക കാലം എത്ര, നമ്മൾ അത് വായിച്ചിട്ട് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 month ആയി നമ്മൾ ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് തന്നെ. എന്നിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നീക്കുപോക്കാക്കുന്നില്ല. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും കാര്യം എടുക്കുന്നില്ല, ആൻഡ് സെൻട്രൽ ഗവൺമെന്റും അതിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് അത് നോക്കുന്നില്ല. സോ അതിനെപ്പറ്റി പറയാനാണ് ഇന്ന് ഓതർ ഉപയോഗിച്ച യൂസേജ് ആണിത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
Several fishermen have fallen victim to Indo-Sri Lanka maritime conflicts. Great. PLA mushrooming their troops at the Western Theatre Command is creating the theatre of conflict for the future negotiation. Okay. Kannur district was a theatre of political conflict in olden days. Okay, great. വലിഞ്ഞു മുറുക്കി പിടിക്കുക എന്ന് ഡിലേ ആക്കുക എന്നൊരു അർത്ഥം വരുന്നുണ്ട് കേട്ടോ. വലിഞ്ഞു പിടിക്കുക എന്നുള്ളത് ക്രിയേറ്റ് അങ്ങനെ ഒരു അർത്ഥം വേണമെങ്കിൽ പറയാം. ബട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം വെറുതെ വെച്ച് നീട്ടിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ലേ, ഡിലേ ചെയ്തങ്ങ് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഈ ഇത് പറയുന്നത് കേട്ടോ ഹരി. The previous agreement between the rulers of Travancore and British government got Kerala caught in recent Mullaperiyar issue. Okay, Revati. Yes. Gaza Strip is a theatre of a conflict between Israel and Palestinians. Yes. The Indo-Pacific region evolving as a new theatre of conflict between the developed countries. The Indo-Pacific region evolving as a new theatre of conflict between. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ്സ് ബിക്കംസ് എ ക്ലോസ്, അതൊരു ക്ലോസ് ആയിട്ട് നിൽക്കുക കേട്ടോ രേവതി. ആ ഇൻഡോ പസഫിക് റീജിയൻ ഇവോൾവിംഗ് ആസ് എ ന്യൂ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ബാക്കി എന്താ, അല്ലെങ്കിൽ ഇവോൾവ്ഡ് ആസ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഓക്കെ ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പസഫിക് റീജിയൻ ഈസ് ഇവോൾവിംഗ്, അല്ലെങ്കിൽ വാസ് ഇവോൾവിംഗ്, ഓർ ഇവോൾവ്ഡ് ഓർ ഇവോൾവ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഇത് വേണം, എന്ത് വരണം? ഓക്കെ, വളഞ്ഞ മൂക്ക് പിടിക്കുക, ദാറ്റ് ഇസ് റിയലി അതിന് ചുമ്മാ സർക്യൂട്ടസ് ആയിട്ട് കളിക്കുക, ദാറ്റ്സ് ഇറ്റ്. ക്ലൗഡിങ് ഓവർ, അങ്ങനെ പറയാം. ഗ്രേറ്റ്. മനസ്സിലായല്ലോ? ഇന്നത്തെ ഇന്ന് കുറച്ചധികം കൊണ്ട് ഓർത്ത് വെച്ചു. ഹെർക്യൂലിയൻ ടാസ്ക്, മേക്ക് ഹെവി വെദർ ഓഫ് തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട്, ഫോൾ വിക്ടിം ടു ഗെറ്റ് കോട്ട് ഇൻ ഓൺ അക്കൗണ്ട് ഓഫ് മോ ഡൗൺ ബെയർ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് 8 ഫ്രേസൽ വേർബ് ആൻഡ് ഇഡിയം ഉണ്ട്, നമുക്ക് ഓർത്ത് വെച്ചോണം. മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഡെയിലി എക്സാംസിനൊക്കെ കണ്ടുവരാറുള്ള, എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഇനി വരാൻ ചാൻസ് ഉള്ളതുമാണ്. ഓഫ് കോഴ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം. മേക്ക് സം സെന്റൻസസ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ലേൺ ഇറ്റ് ഡേ ബൈ ഡേ. ഓക്കെ, മൂവിങ് ഓൺ ടു ടുഡേയ്സ് സിനോണിംസ് ആൻഡ് ഇഡിയംസ്. ഇഡിയംസ് നോക്കാം കേട്ടോ. Okay. So synonyms and antonyms. To become an HCA is a Herculean task. Okay, if you say so, Hasina. Okay, great. Crossfire. അപ്പോൾ ആദ്യത്തെ സിനോണിം ഇതാണ്, ക്രോസ് ഫയർ. നോക്കിയേ, ക്രോസ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗൺ ഫയർ, അല്ലെങ്കിൽ അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു സാൽവോ, പ്രശ്നം, ബോംബാർഡ്മെന്റ്, അതിനാണ് ക്രോസ് ഫയർ. മൊത്തത്തിലൊരു പ്രശ്നമാണ്. മൊത്തം എന്താ പറയാ, ഗൺ ഫയർ, അറ്റാക്ക്, അടി, പിടി, ബോംബാർഡ്മെന്റ്, അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് ഫയർ. സോ ഇന്നത്തെ ടൈറ്റിൽ തന്നെ യു ക്യാൻ സി ക്രോസ് ഫയറിനെ പറ്റിയുള്ളതാണ് ടൈറ്റിൽ. ഓക്കെ, അടുത്താണ് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്ക് ഡിറ്റീരിയോറേഷൻ. ഡിറ്റീരിയോറേറ്റ് എന്ന് പറയുന്നത് വേർബാണ്. യു നോ ഡിറ്റീരിയോറേറ്റ് അല്ലേ? ഡിറ്റീരിയോറേറ്റ് വേർബാണ്. ഡിറ്റീരിയോറേഷൻ, TION എന്ന് പറയുന്നത് നമ്മുടെ നൗൺ ആണ്. അപ്പൊ ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ, കുറയുക, ഡിക്കെ അല്ലെ നാശം, ഡിക്കെ, വേഴ്സണിങ്, അല്ലെങ്കിൽ കൊലാപ്സ്. അപ്പൊ ഡിറ്റീരിയോറേഷൻ എന്ന് നശിക്കുക, ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഡിക്ലൈൻ, ഡിക്കെ, വേഴ്സണിങ്, കൊലാപ്സ് എന്നൊക്കെ, ഫെയിലിയർ എന്നൊക്കെ ആണ് ഡിറ്റീരിയോറേഷന്റെ അർത്ഥം. അപ്പൊ ഡിറ്റീരിയോറേഷന് ഫെയിലിയർ എന്ന അർത്ഥമുണ്ട്, ഡിസ്ട്രക്ഷൻ ഉണ്ട്, ഓർത്ത് വെച്ചോണം കേട്ടോ. ഇതൊക്കെ അതിന്റെ യൂസേജ് ആണ്. ഫെയിലിയർ, ഡിസ്ട്രക്ഷൻ, വളരെ കോമൺ വേർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഡിറ്റീരിയോറേഷൻ അല്ലെ? എന്താണ്? COVID-19 paved way for the deterioration of economy, global economy deterioration കാരണമായി. You can say that. All right. അല്ലല്ല ശരത്, ഗോട്ട് കോട്ട് ഓൾറെഡി നോക്കിയേ. ഗോട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗോട്ട് പോസിറ്റീവ് വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഗോട്ട് ഇസ് പാസ്റ്റ്, ഗെറ്റിന്റെ അല്ലേ, പാസ്റ്റ് അല്ലേ? അപ്പൊ ഓൾറെഡി പാസ്റ്റ് ആണ് കോട്ട്, CAUGHT, കോട്ട് പാസ്റ്റ്. അപ്പൊ നോക്കിയേ, ഗോട്ട് ഗെറ്റിന്റെ പാസ്റ്റൻസ് അല്ലേ? കോട്ട് എന്തിന്റെ പാസ്റ്റാ? ക്യാച്ചിന്റെ പാസ്റ്റൻസാ. മനസ്സിലായോ? അപ്പൊ ഗോട്ട് കോട്ടഡ് അല്ല, കോട്ട് തന്നെയാണ്. ഗോട്ട് കോട്ട് അതാണ് പാസ്റ്റൻസ്. ബട്ട് ഗെറ്റ് കോട്ട് എന്നാണ് ശരിക്കും അതിന്റെ പ്രസന്റ്. ഗെറ്റ് കോട്ട്, കോട്ടിന് മാറ്റം വരില്ല, ക്യാച്ച് എന്ന് വരില്ല, അത് കോട്ട് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഗോട്ട് സങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഗോട്ട് സങ്ക്, ദ ഷിപ്പ് ഗോട്ട് സങ്ക്, കാരണമായി എന്നാണ്. ആ ഷിപ്പ് ഇതിന് ഗോട്ട് സങ്ക് ഇൻ വാട്ടർ എന്ന് പറയില്ലേ? അപ്പോ ഗോട്ട് സങ്ക് എല്ലാത്തിനും കൂടെ നമ്മൾ ഉപയോഗിക്കുക. ഗോട്ട് അറസ്റ്റഡ്, ഹി ഗോട്ട് അറസ്റ്റഡ്. അപ്പൊ ഈ ഗോട്ട് എന്തിനാ നമ്മൾ ഓർക്കുക? ഗോട്ട് അറസ്റ്റഡ്. എപ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? തേർഡ് ഫോം ഉപയോഗിക്കണം. കാരണം ഇത് പോസിറ്റീവ് വേർബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ V3 ഫോം യൂസ് ചെയ്യണം കേട്ടോ. V3 ഫോമാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്.
ക്യാച്ച്, കോട്ട്, കോട്ട്. അതുപോലെ ഗോട്ട് സങ്ക്, സിങ്ക്, സാങ്ക് ആൻഡ് സങ്ക്. അതുപോലെ ഗോട്ട് അറസ്റ്റഡ്, V3 ഫോം. അതേ സാധനമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ശരത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ഇൻഡോ പസഫിക് റീജിയൻ ഇവോൾവ് ആസ് എ തിയേറ്റർ ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡെവലപ്ഡ് കൺട്രി. യെസ് രേവതി, ഗ്രേറ്റ്. The viewers witnessed the weekly crossfire between the liberals and the conservatives. Okay, great. Crossfire cessation is the need of the hour for the Oromo tribes involving paramilitary in Ethiopia. Yes. Get married, got married. Same. He got married. Yes, Sharath, great. You got it. Clear, right? Yes. Okay. അടുത്തത്, the deterioration of the ozone layer is a serious concern. Yes, it is. അടുത്തത്, detain. You know detain എന്ന് പറയുന്നതിന് നമുക്കറിയാം. detain എന്ന് പറയുന്ന മീനിങ് ഒന്ന് ആലോചിക്കുക. detain എന്ന വാക്കിന്റെ മീനിങ് രണ്ട് തരത്തിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് detain ചെയ്യാന്ന് പറഞ്ഞാൽ കൺഫൈൻ ചെയ്യാം, നമ്മൾ തടവിലാവുക, റിസ്ട്രെയിൻ ആവുക, ഇംപ്രസൺ ആവുക, അല്ലെ കൺഫൈൻ. റിസ്ട്രെയിൻ എന്നാൽ നമ്മളെന്താണ് കൺഫൈൻ ചെയ്ത് വെക്കുകയാണ്, നമ്മളെ കെട്ടിയിടുക എന്നൊക്കെയാണല്ലോ അർത്ഥം. റിസ്ട്രെയിൻ ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അടുത്ത വേറൊരു അർത്ഥമുണ്ട് ഡീറ്റെയിനെ, ഡിലേ, സ്ലോ ഡൗൺ, റിട്ടാർഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. നോക്കി, രണ്ട് മീനിങ് ഉണ്ട്, ശ്രദ്ധിക്കണേ. ഇത് വേറെ ഒരു ഇത് വേറെ മീനിങ്ങുമാണ്. ഡീറ്റെയിന് രണ്ട് മീനിങ് ഉണ്ട്. വേർബായിട്ട് കൺഫൈൻ ചെയ്യുക, നമ്മളെ പ്രൊഹിബിറ്റ് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക, റിസ്ട്രെയിൻ ചെയ്യുക, ഇംപ്രിസൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ഡീറ്റെയിൻ. അടുത്തത്, ഡിറ്റെയിൻ എന്ന വാക്കിന്റെ അർത്ഥം ഡിലേ അല്ലെങ്കിൽ റിട്ടാർഡ് അല്ലെങ്കിൽ സ്ലോ ഡൗൺ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഒരു കാര്യത്തിന് ഡിലേ ആവുക, സ്ലോ ഡൗൺ ആവുക, അല്ലെങ്കിൽ റിട്ടാർഡ് ഗ്രോത്തിന്റെ സ്ലോ ആണല്ലോ, ആ സ്ലോ അതാണ് റിട്ടാർഡ്. ഓക്കെ, അപ്പൊ ഡീറ്റെയിലിന് രണ്ട് മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഡിപ്ലോറബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. ABLE വരുമ്പോൾ അഡ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡിപ്ലോറബിൾ. ഓക്കെ, ഡിസ്ഗ്രേസ്ഫുൾ, ഷെയിംഫുൾ, dishonorable. Okay, it's a deplorable action from the part of the government. ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആക്ട് ആയിരുന്നു. ഇറ്റ് വാസ് എ ഡിസ്ഗ്രേസ്ഫുൾ, ഷെയിംഫുൾ അല്ലെങ്കിൽ ഡിസ്ഓണറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആക്ഷൻ, അപ്രോച്ച് ഫ്രം ദി ഗവൺമെന്റ് എന്ന് നമുക്ക് പറയാം. സംതിങ് ലൈക്ക് ദാറ്റ്, യു കെൻ സേ ദാറ്റ്. ഓൾ റൈറ്റ്, യാ. Okay. Yes, vaccination deteriorates the COVID-19 pandemic globally. Yes. Yeah, hold back. Yeah. അനി കേട്ടോ, അനിയുടെ സെന്റൻസുകൾക്കൊക്കെ ഫാൻസ് ആയി. ന്യൂക്ലിയർ വെപ്പൺസ് ബൈ US deteriorating the entire Japan till now. അവിടെ വീണ്ടും അക്ഷര സെന്റൻസിന്റെ നമുക്ക് എന്ത് വന്നിട്ടില്ല, പൂർണ്ണത വന്നിട്ടില്ല, മീനിങ് ക്ലിയർ ആയിട്ടില്ല. നോക്കിയേ, ന്യൂക്ലിയർ വെപ്പൺസ് ബൈ US അല്ലെ, ന്യൂക്ലിയർ വെപ്പൺസ് ബൈ US ആർ deteriorating the entire Japan till now. അങ്ങനെ കൊടുക്കാം. ആർ ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, ഈ ഡിറ്റൻഷൻ സെന്റേഴ്സ് കേട്ടിട്ടില്ല, ഇംപ്രസൺമെന്റ് ഡിറ്റൻഷൻ സെന്റേഴ്സ്, അതാണ് ഡിറ്റൻഷൻ. ഹരിശ്രീ, അവിടെ ഈസ് ഡിറ്റീരിയോറേറ്റിംഗ് വരില്ല. എന്തുകൊണ്ട് വരാത്ത? ന്യൂക്ലിയർ വെപ്പൺസ് ആണ് അവിടുത്തെ സബ്ജക്ട്. അപ്പൊ എന്ത് കൊടുക്കണം? ആർ ഡിറ്റീരിയോറേറ്റിംഗ്. വേണ്ട ഹരി. ദ കൾപ്രിറ്റ്സ് were detained in the police station. Okay. Many civilians died in a crossfire in Rock region. Yes, detain the car. Okay. Police are going to detain the leader of the opposition party ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്, on account of their call for strike in the election day. In the election day അല്ല, on the election day. അല്ലെ രേവതി? അവിടെ സ്ട്രൈക്ക് വരെ കറക്റ്റ് ആണ്. ഇൻ ദ ഇലക്ഷൻ ഡേ അല്ല, ഓൺ ദ ഇലക്ഷൻ ഡേ. ബിക്കോസ് അവിടെ ഡേ ആണ്. ഡേക്ക് എന്ത് പ്രൊപ്പോസിഷൻ കൊടുക്കണം? ഡേ ആൻഡ് ഡേറ്റ്, എന്ത് ഡേയോ ആയിക്കോട്ടെ, ഓൺ. ഓക്കെ, ഇറ്റ് വാസ് റിയലി ഡിപ്ലോറബിൾ ആക്ട്. യെസ്, ദാറ്റ് വാസ് ഷെയിംഫുൾ അല്ലേ? യെസ്. അടുത്താണ് കോൺട്രവെൻഷൻ. കോൺട്രവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൺട്രവെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്രീച്ച്, വയലേഷൻ, ഇൻഫ്രിഞ്ച്മെന്റ്, ബ്രേക്ക് ദ ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നൊക്കെ പറയില്ലേ, ഇറ്റ്സ് എ കോൺട്രവെൻഷൻ അഗൈൻസ്റ്റ് അല്ലെ, ഇറ്റ് ഈസ്, അല്ലെങ്കിൽ എന്താ പറയാ, anything that you do now is a contravention against the company policy. കമ്പനി പോളിസിക്ക് എതിരെയുള്ള ഒരു അല്ലെ, ബ്രേക്കിംഗ് ദ ലോ ആണ് ഈ ചെയ്യുന്ന എന്തും കോൺട്രവെൻഷൻ. ഓക്കെ, സോ ബ്രീച്ച്, വയലേഷൻ, ഇൻഫ്രിഞ്ച്മെന്റ് എന്നൊക്കെയുള്ള കാര്യം ഓർത്തു വെച്ചോളൂ കേട്ടോ. അല്ല ഹരി, US അല്ല സബ്ജക്ട്, ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. യുഎസിന് മുൻപ് ഒരു ബൈ കിടക്കുന്നുണ്ടോ? ബിക്കോസ് അപ്പം മനസ്സിലാവും US വാട്ട് ഇസ് ഇറ്റ്, ഇറ്റ്സ് എ പ്രൊപ്പോസിഷണൽ ഫ്രേസ്, അത് പ്രൊപ്പോസിഷന്റെ സബ്ജക്റ്റ് ആണ്, ഓർക്കാം. ഓക്കെ, അടുത്ത എന്തായാലും പറഞ്ഞത്, that was really പറഞ്ഞു. പിന്നെ he was a detainee for last 5 years. Okay, they are living in a deplorable condition.
Okay, great. His attitude in the party was deplorable for the family. Okay. Yes. Transgress. Yes, Arun. Transgress. Le. Violation. Transgress. Paraya. Great work. Great work. Moving on to next set. അടുത്ത സെറ്റ് നോക്കാം. Refrain. Refrain നമ്മൾ ഒരുപാട് പഠിച്ച വാക്കാണ്. Refrain from. അതിൽ നിന്ന് റിഫ്രെയിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ from ആണ് കേട്ടോ. Refrain from. Okay. Abstain from. Refrain from. Abstain. അവിടെ നിന്ന് മാറി നിൽക്കുക. That is refrain. മാറി നിൽക്കുക. Hold back. Avoid. Abstain. Desist. Hold back. Avoid. Withhold. റിഫ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക കേട്ടോ. നമ്മൾ റിഫ്രെയിൻ ഫ്രം വയലൻസ്, റിഫ്രെയിൻ ഫ്രം പീപ്പിൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, ഇച്ചിരി മാറി നിൽക്കുക. റിഫ്രെയിൻ ഫ്രം ക്രൗഡ്, റിഫ്രെയിൻ ഫ്രം ക്രൗഡിൽ നിന്ന് മാറി നിൽക്കുക. അതിന്റെ അർത്ഥം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് നെസസറി, ഐ മീൻ ഇറ്റ് ഈസ് വെരി മച്ച് നെസസറി ടു റിഫ്രെയിൻ ഫ്രം ക്രൗഡ് ദീസ് ഡേയ്സ്. ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും ക്രൗഡിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, റിഫ്രെയിൻ ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, ഡെസിസ്റ്റ്, ഹോൾഡ് ബാക്ക്, അവോയ്ഡ് ക്രൗഡ്. അവോയ്ഡ് ആകുമ്പോൾ അതിനോട് പ്രൊപ്പോസിഷൻ വേണ്ട, ബിക്കോസ് അവോയ്ഡ് ഈസ് എ ട്രാൻസിറ്റീവ് വേർബ്. അതിനുശേഷം എന്ത് വേണം? അവോയ്ഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? ഒരു ഒബ്ജക്റ്റ് വേണം, ട്രാൻസിറ്റീവ് വേർബ് ആയതുകൊണ്ട്. വിത്ത് ഹോൾഡ് നിൽക്കുക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അടുത്തെന്താണ്? ഓക്കെ, കോൺട്രവേർഷൻ ഓഫ് റൂൾസ് ഇസ് എ സീരീസ്. കോൺട്രവേർഷൻ ശ്രദ്ധിച്ചോ? മീനിങ് വെൻഷൻ, കോൺട്രവെൻഷൻ കണ്ടോ? കോൺട്രവെൻഷൻ, VENTION. കോൺട്രവേർഷൻ ഈസ് ഡിഫറെന്റ്. കോൺട്രവേഴ്ഷ്യറി ഡിഫറെന്റ് മീനിങ് ആണ്, കോൺട്രവെൻഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ഹസ്ന യൂസ് ചെയ്ത സ്പെല്ലിംഗ് നോക്കിക്കേ. ദിസ് ഇസ് മൈ ഇൻഫ്രിഞ്ച്മെന്റ് കമ്മിറ്റ്മെന്റ് ടു ലോ. ഓക്കെ, മൈ ഇൻഫ്രിഞ്ച്മെന്റ്. ഓക്കെ, ബ്രേക്കിംഗ് കമ്മിറ്റ്മെന്റ് ടു ലോ. ഓക്കെ. The policeman contravention the law. The policeman contravent. Verb ആയിട്ട് കൊടുക്കണമെങ്കിൽ contravent കൊടുക്കുക കേട്ടോ. The policeman contravent the law. Broke the law. അത് ഉദ്ദേശിക്കുന്നെങ്കിൽ contravented അത് കൊടുക്കുക. Okay. Then contravention of legal affairs brings deplorable image. Okay. The president decided to relieve the detained prisoners by considering their age. Okay. I'm trying to refrain from smoking. Great. വിട്ടുനിൽക്കുക. യെസ്. The fight results in contravention. Their fight results in contravention of contract. Okay. Harry, Ron and Hermione got detention after breaching Hogwarts rule. Yes. I always വീണ്ടും വന്നു നമ്മുടെ ഹാരി പോട്ടർ. I always like to refrain from negative people. You can't catch them. They are already on board. On board അറിയാലോ? On a ship, on a bus or train. കയറിപ്പോയി, നമ്മളൊരു ട്രെയിനിലോ ഷിപ്പിലോ കയറിപ്പോയെങ്കിൽ യു ആർ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. ഓൺ ബോർഡ് മൂവിയൊക്കെ ഉണ്ട്. ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ ഷിപ്പിലാണ്, അല്ലെങ്കിൽ യു ആർ ഓൺ എ ഷിപ്പ്, ഓൺ എ ബസ് ഓർ എ ട്രെയിൻ എന്നൊരർത്ഥമാണ് കേട്ടോ. ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. കോൺട്രവെൻഷൻ ഓഫ് ദി ട്രീറ്റി സൈൻഡ് അണ്ടർ ദി അംബ്രല്ല ബൈ യൂണിലാറ്ററലി entering the Indian ocean region by US ships is a serious cause for concern. Yes, cause for concern. Yes. Refrain from drugs will better for your health. Will better for your health. You can say refrain from drugs will make you better ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ that is good. Make you better. നിന്നെ ബെറ്റർ ആക്കും എന്ന് കൊടുത്തു. അല്ലെങ്കിൽ കൊടുക്കാം will better you, better your health. അല്ലെങ്കിൽ better എന്ന verb ഉപയോഗിച്ച് it's okay, but ആ for വേണ്ട. ഇങ്ങനെ കൊടുക്കാം. Refrain from drugs will better your health കൊടുത്തു. അത് കറക്റ്റാണ്. I would always like to refrain from bossy people. You mean boastful അതാണ് ഉദ്ദേശിക്കുന്നത്. Okay. Refrain from negative people to keep yourself healthy. Yes. Typing error ആണല്ലേ. It's okay. Stanislav Colonel of Soviet Army has major role to refraining World War III. Yes. ഈ പറയുന്ന അഡ്ജക്റ്റീവ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഹീസ് ഓൺ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആയി. മനസ്സിലായി? ഹീസ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അഡ്ജക്റ്റീവാ. അവൻ ഓൺ ബോർഡ്, അവൻ ഷിപ്പിലാണ്, മീനിങ് അവിടെ വന്നു കേട്ടോ. അത് അഡ്ജക്റ്റീവാ. ഓക്കെ, അടുത്ത് നോക്കിയേ. പെന്യൂറി കേട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടുള്ള വാക്കാണ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു വാക്കാണ് പെന്യൂറി. നെക്സ്റ്റ് വാക്കാണ് നോക്കിയ ഇംപോവറിഷ്മെന്റ്, പോവർട്ടി, ഡെസ്റ്റിറ്റ്യൂഷൻ, ഡിപ്രവേഷൻ എന്നാണ് പെന്യൂറി എന്ന വാക്കിന്റെ അർത്ഥം. പോവർട്ടി മൊത്തത്തിലൊരു കഷ്ടപ്പാടാ അല്ലെ, ദുരിതം, അതിന് പറയുന്ന പേരാണ് അല്ലെ പോവർട്ടി. അത് നമ്മൾ ദാരിദ്ര്യം എന്നതിലാണ് പെന്യൂറി എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് പീപ്പിൾ COVID-19 ഹാസ് ഇൻക്രീസ് പെന്യൂറി ഇൻ ഇന്ത്യ പറയാം അല്ലെ. ഒരുപാട് ഇന്ത്യയിലും ഗ്ലോബലിയും
ഒരുപാട് ഭാഗത്ത് നമ്മൾ മാൽന്യൂട്രീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. ബിക്കോസ് ഓഫ് പോവർട്ടി നമ്മുടെ COVID-19 കാരണം ഒരുപാട് എടുത്ത് നമുക്ക് കാണാൻ പറ്റും there is a sudden rapid increase of penury in India. ഓക്കെ, അപ്പൊ പെനുറി, ഇംപോറിഷ്മെന്റ്, ഡെസ്റ്റിറ്റ്യൂഷൻ, ഡിപ്രവേഷൻ എന്നൊക്കെ അർത്ഥം ഉണ്ട് കേട്ടോ, ഓർത്തു വെച്ചോണേ. അതെ നൗഫൽ ആണ്, ഹി ഈസ് ഓഫ് കോഴ്സ്. അടുത്ത എന്താണ് പറയുന്നത്? ഹാക്കേഴ്സ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പിറൈറ്റ് റൂൾസ് ഇസ് ഹൈലി ഡിപ്ലോറബിൾ. യെസ്. റിഫ്രെയിൻ ഫ്രം ഡ്രഗ്സ് ഇസ് ഓർ ആർ. റിഫ്രെയിൻ അല്ലേ നമ്മുടെ അത്. അപ്പൊ എന്താ റിഫ്രെയിൻ എന്ന് പറയുമ്പോൾ നോക്കി, റിഫ്രെയിൻ ഫ്രം ഡ്രഗ്സ് അല്ലേ. അപ്പൊ ഉദ്ദേശിക്കുന്നത് റിഫ്രെയിനിങ് ഫ്രം വേണം. അവിടെ എന്ത് കൊടുക്കണം? റിഫ്രെയിൻ ഫ്രം ഡ്രഗ്സ്. ഒന്നെങ്കിൽ റിഫ്രെയിൻ ഫ്രം ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത് വെർബാണ്, അല്ലെങ്കിൽ ഇപ്പോൾ റിഫ്രെയിനിങ് ഫ്രം കൊടുക്കുക, അത് ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കുക, ആൻഡ് ഈസ് ആണ് വരിക അതിൻ്റെ കൂടെ കേട്ടോ. ഹരി, റിഫ്രെയിനിങ് ഫ്രം ഡ്രഗ്സ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. റിഫ്രെയിനിങ് ഫ്രം ഡ്രഗ്സ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സബ്ജക്റ്റ് ആയിട്ട് ജെറണ്ട് വരാം ബിക്കോസ് ഇറ്റ് ഈസ് എ വെർബൽ നൗൺ. പക്ഷെ അല്ലാതെ V1 ഇതായിട്ട് വരില്ല, V1 വരില്ല, ടു ഇൻഫിനിറ്റ് വരാം. അല്ലെങ്കിൽ ടു റിഫ്രെയിൻ ഫ്രം പറഞ്ഞു, ടു റിഫ്രെയിൻ ഫ്രം ഡ്രഗ്സ് കൊടുത്തു, ദാറ്റ്സ് റൈറ്റ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്ത് കൊടുക്കാം? ഈസ് കൊടുക്കാം. ടു ഇൻഫിനിറ്റീവ്സ് സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വന്നാലും അതിന്റെ കൂടെ നമ്മൾ സിംഗുലർ ആണ് ഇട്ട് കൊടുക്കുക കേട്ടോ, വെർബ്. യെസ്, ഐ എം വെയിറ്റിംഗ് ടു ഓൺ ബോർഡ് ബസ് എന്ന് പറയുമോ? ഓൺ ബോർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബസ്സിലാണ്, ട്രെയിനിലാണ് നല്ല മീനിങ്. അപ്പൊ പിന്നെ ഓൺ ബോർഡ് ബസ് എന്ന് പറയണ്ട, എന്താണ് അങ്ങനെ പറയണ്ട. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞോ, ഐ എം വെയിറ്റിംഗ് ടു ഓൺ ബോർഡ് ടു, ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. ബസ്സിലാണ് ഓൾറെഡി, എവിടെ പോകാനാണ്? ഇന്ന എടുത്ത് പോകാൻ വേണ്ടിയിട്ട് എന്ന് കൊടുത്തു, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, വെൻ ഐ ഹാഡ് സീൻ ഹിം ഹി വാസ് ഓൺ ബോർഡിങ്. തെറ്റ്, അശ്വതി അവിടെ തെറ്റി. വെൻ ഐ സോ ഹിം ഹി വാസ് ഓൺ ബോർഡിങ്, ഇവിടെ ടെൻസിന്റെ തെറ്റ് വന്നു. വെൻ ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടപ്പോ ഹി വാസ് ഓൺ ബോർഡിങ് പറഞ്ഞു, ദാറ്റ് ഈസ് റൈറ്റ്. മനസ്സിലായോ? ഞാൻ അവനെ കണ്ടപ്പോൾ ഒരു ഷോർട്ട് ആക്ഷൻ ആൻഡ് എ ലോങ് ആക്ഷൻ ഹാപ്പൻസ്. ഷോർട്ട് ആക്ഷൻ മസ്റ്റ് ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ആൻഡ് ലോങ് ആക്ഷൻ മസ്റ്റ് ബി ഇൻ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. ശ്രദ്ധിക്കണേ. യു ഷുഡ് റിഫ്രെയിൻ ഫ്രം ബാഡ് ഹാബിറ്റ്സ്. ഗ്രേറ്റ്. പീപ്പിൾ ഹു സഫേർഡ് ഫ്രം പെനുറി വിൽ ഡെഫിനറ്റ്ലി റിഫ്രെയിൻ ഫ്രം വേസ്റ്റിംഗ് മണി. ഓഫ് കോഴ്സ്. ഡ്രിങ്കിങ് ലീഡ്സ് ടു എൻജോയിങ്. ഇതിൽ ജെറണ്ട് ഏതാണ്? ഡ്രിങ്കിങ് ആണ്. ഡ്രിങ്കിങ് ജെറണ്ട് ആണ്. എൻജോയിങ്ങും നമ്മുടെ ജെറണ്ട് ആണ് കേട്ടോ. ശരത്, ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ആണല്ലോ, അപ്പൊ അതില് ഡ്രിങ്കിങ് ജെറണ്ട് ആണ്, സബ്ജക്റ്റ് ആണ്. ലീഡ്സ് ടു, ലീഡ് എന്ന് പറഞ്ഞ വേർബ്, അതിനുശേഷം ടു എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ. ടു കഴിഞ്ഞിട്ട് വന്നേക്കുന്ന വീണ്ടും ടു കഴിഞ്ഞിട്ട് വരുന്നത് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും ജെറണ്ടിന് നിൽക്കാം. അതുകൊണ്ട് ഡ്രിങ്കിങ്ങും ഇവിടെ ഇതാണ്, ജെറണ്ട് ആണ്. അതുപോലെ എൻജോയിങ്ങും ജെറണ്ട് ആണ്. ഓക്കെ ശരത്. ട്രാവലേഴ്സ് ഓൺ ബോർഡ് ഓൺ ടൈം. ഗ്രേറ്റ്. റിഫ്രെയിനിങ് ഫ്രം അൺനെസറി ടെൻഷൻസ് വിൽ ഹെൽപ്പ് യു ടു ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. ഓക്കെ. ബേബി ഓൺ ബോർഡ്, ഈ കാറിന്റെ ഒക്കെ ബാക്കിൽ കണ്ടിട്ടില്ലേ, ബേബി ഓൺ ബോർഡ്, കേട്ടിട്ടുണ്ടാവുമായിരിക്കും. യെസ്. അടുത്ത് നോക്കിയേ, കൺസൽ. കൺസൽ എന്ന് പറയുമ്പം ഇതിലെ വേർഡ് കൺസലേറ്ററി എന്ന വേർഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഇന്ന് കൊടുത്തേക്കുന്നത് കൺസലേറ്ററി എന്നാണ്. കൺസലേറ്ററി ഒരു അഡ്ജക്റ്റീവ് ആണ്. കൺസലേറ്ററി എന്ന അഡ്ജക്റ്റീവിന്റെ യൂസേജ് എന്താന്ന് വെച്ചാൽ വൺ ദാറ്റ് നീഡ്സ് റെപ്രസെന്റേറ്റീവ്, ഒരു റെപ്രസെന്റേറ്റീവിന്റെ ആവശ്യമുള്ള, വൺ വിച്ച് നീഡ്സ് എ ഡിപ്ലോമാറ്റ്സ് ഹെൽപ്പ്, റെപ്രസെന്റേറ്റീവ്സ് ഹെൽപ്പ്, എൻവോയുടെ ഹെൽപ്പ്, ഒരു അംബാസഡറിന്റെ ഹെൽപ്പ് എന്നാണ്. എന്നാൽ കൺസൽ എന്ന് പറയുന്ന, കൺസൂൾ എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആണ്. ഡിപ്ലോമാറ്റ് നമുക്കറിയാം, ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു എൻവോയ് അല്ലെങ്കിൽ അംബാസഡർ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, കൺസലേറ്ററി എന്നൊരു അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസലേറ്ററി എന്ന് പറഞ്ഞാൽ ഒരു മധ്യസ്ഥൻ വേണ്ട, ഒരു റെപ്രസെന്റേറ്റീവ് വേണ്ട ഒരു കാര്യം എന്തു ആയിക്കോട്ടെ, അതിനാണ് കൺസലേറ്ററി എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആ വേർഡ് ഞാൻ നൗൺ ആയിട്ട് തന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പഠിക്കാം, കുറച്ച് റിലേറ്റഡ് വേർഡ്സ്, സിനോണിംസ് പഠിച്ചു വെക്കാൻ വേണ്ടിയാണ് കൺസൽ എന്ന് തന്നത് കേട്ടോ, ഓർത്തു വെച്ചോണേ. അടുത്ത വാക്ക് ഡിഫങ്ക്ട്. ഡിഫങ്ക്ട് എന്ന വാക്കിന്റെ അർത്ഥം അൺയൂസ്ഡ്. ഈ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഫങ്ക്ട് എന്ന. ഫംഗ്ഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഇതിനെ പറയുന്ന പേരാണ് ഡിഫങ്ക്ട്. ഓക്കെ. അൺയൂസ്ഡ്. ഇൻഓപ്പറേറ്റീവ്, ഇപ്പൊ ഓപ്പറേഷണൽ അല്ല, ഓപ്പറേറ്റ് ചെയ്യുന്നില്ല നമ്മൾ, വി ആർ നോട്ട് യൂസിങ് ഇറ്റ്, അതാണ്. അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂഡ് എന്നൊരു അർത്ഥമാണ് ഡിഫങ്ക്റ്റിന്. അല്ലെങ്കിൽ ഫോൾട്ടി, എന്തോ പ്രശ്നമുള്ള ഒരെണ്ണമാണ്, യു ക്യാൻ സേ ഡിഫങ്ക്ട്. ഡിഫങ്ക്ട് എന്നൊരു അഡ്ജക്റ്റീവ് ആണ്. അൺയൂസ്ഡ്, ഇനോപ്പറേറ്റീവ്, ഡിസ്കണ്ടിന്യൂഡ്, ഫോൾട്ടി എന്ന യൂസേജ് ഓർത്ത് വെച്ചോണേ. ഓക്കെ. ഹി വാസ് ബ്രോട്ട് അപ്പ് in penury. He was brought up. Okay. Yes. Somalia is a state suffering from unending penury. Yes. Okay. All right. Refrain is a better option to
Maintain our health. Refrain is the better option എന്ന് പറയില്ല. Refraining is the better option to maintain our health പറയാം. Refrain എന്ന് പറഞ്ഞാൽ V1 നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വരില്ല. You can use to refrain അല്ലെങ്കിൽ refraining എന്ന് കൊടുക്കുക കേട്ടോ ഷിബില. He is a consul of India in UN Security Council. Okay, yes. Penury is not something to blame. Okay, great. Repeated lockdowns push several working class population to penury. Yes. An official representative of a state in a foreign city. Adano. Yeah, yes. Adan consul. Yes. COVID-19 brought up penury in poor people. Okay. My brain is defunct. Okay. Faulty. That decision made him penure. Okay. Yes. The smart watch I bought online is defunct. Okay. Past perfect നും past continuous കോമ്പോ ഇല്ലേ? Past perfect നും present continuous നോ past perfect ഉം present continuous കോമ്പോ ഇല്ല, അതില്ല. Okay. Radio is tending to defunct now. Radio is tending to defunct now. പറയാം. Tending to, വന്നോണ്ട് approach to. Yes. Many developed nations acted as counsel and held talks with Taliban to bring peace in Afghanistan. Yes. American Council investigated the Vatican City prior to President's visit. Yes. All defunct products are eliminated before exporting. Diffuse നിർവീര്യമാക്കുക എന്നല്ലേ? അല്ല, ഡിഫ്യൂസ് നിർവീര്യമാക്കുക, നമ്മൾ ഇതിനെ വീക്ക് ആക്കുക എന്നർത്ഥം. അപ്പൊ ഡിഫ്യൂസ് ആൻഡ് ഡിഫങ്ക്ട് രണ്ടും വ്യത്യാസമാണ്. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ യു ക്യാൻ ഡിഫ്യൂസ് എ ബോംബ് എന്ന് വിചാരിച്ചാൽ അതിനെ ഇതാക്കുക ഡിസ്കണ്ടിന്യൂ ചെയ്യാന്നല്ലോ. വേണമെങ്കിൽ ഒരു ഡിസ്റ്റൻസിനുമായിട്ട് ഉപയോഗിക്കും, കാരണം ഇന്നോപ്പറേറ്റീവ് ആക്കുക. മേക്ക് സംതിങ് ഇന്നോപ്പറേറ്റീവ് എന്നാണ് ഡിഫ്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം. മേക്ക് സംതിങ് ഇന്നോപ്പറേറ്റീവ്, മനസ്സിലായോ? മേക്ക് ഇറ്റ് ഡിഫങ്ക്ട് എന്നാണ് എന്താണ് ഡിഫ്യൂസിന്റെ അർത്ഥം. ഫ്യൂസ് അഴിക്കുക, ഫ്യൂസ് ഊരുക. ഓക്കെ, മൂവിങ് ഓൺ. റീകൺസൈൽ, അടുത്ത വാക്കാണ് റീകൺസൈൽ. ഓർത്ത് വെച്ചോണേ, റീകൺസൈൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത വാക്കാണ്. റീകൺസൈൽ എന്ന് പറഞ്ഞാൽ അപ്പീസ്, പീസ് ആകുക, സമാധാനത്തിൽ വരിക. മോളിഫൈ, റീയുണൈറ്റ് അല്ലെങ്കിൽ പാസിഫൈ, സമാധാനപ്പെടുത്തുക. ദാറ്റ് ഈസ് റീകൺസൈൽ അല്ലെ? റീകൺസീലിയേറ്ററി മിഷൻ അല്ലെ? റീകൺസീലിയേഷൻ എന്നൊക്കെ കേട്ടില്ലേ? നൗണ് റീകൺസീലിയേഷൻ. സോ അതിന് പറയുന്ന അപ്പീസ്, സമാധാനപ്പെടുക. മോളിഫൈ, റീയുണൈറ്റ്, പാസിഫൈ എന്നൊക്കെയാണ് റീകൺസൈൽ എന്ന വാക്കിന്റെ വേർബിന്റെ അർത്ഥം. അടുത്ത് നോക്കിയോ, എസ്കലേഷൻ. എസ്കലേറ്റർ നമുക്കറിയാം, എസ്കലേറ്റർ മുകളിലോട്ട് പോകുന്ന സംഭവം, അതാണ് എസ്കലേറ്റർ. ലിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം എസ്കലേറ്റർ. ദർ ഇസ് നോ എസ്കലേറ്റർ ടു സക്സസ് ബട്ട് യു ക്യാൻ ടേക്ക് ദ സ്റ്റെയർസ്, കേട്ടിട്ടില്ലേ? സോ ദാറ്റ് ഈസ് എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഇൻക്രീസ്. ഹൈക്ക്, റൈസ് അല്ലെങ്കിൽ അഡ്വാൻസ്, പെട്ടെന്നുള്ള ഒരു എന്താണ് വിലകയറ്റം എന്നൊക്കെ പറയാം. വിലകയറ്റം അല്ല, ഇറ്റ്സ് നോട്ട് ഇൻഫ്ലേഷൻ, ഐ മീൻ ഇൻക്രീസ്. ഹൈക്ക്, റൈസ് അല്ലെങ്കിൽ അഡ്വാൻസ്, അതിന് എസ്കലേഷൻ എന്ന് പറയും. ഓർത്ത് വെച്ചോണേ. നെക്സ്റ്റ് വൺ ഇസ് ടാഡി. ടാഡി എന്ന അഡ്ജക്റ്റീവ് യൂസേജ് ഇതാണ്. ടാഡി ഓർത്ത് വെച്ചോണേ, ഇത് നല്ലൊരു വാക്കാണ്. ടാഡി മീൻസ് ലേറ്റ്, അൺപങ്ക്ച്വൽ ആണ്. യു ആർ ടാഡി ആസ് യൂഷ്വൽ. യു ആർ ടാഡി ടുഡേ ആസ് യൂഷ്വൽ. എല്ലാ ദിവസത്തെ പോലെ നീ ഇന്നും താമസിച്ചു വന്നു. ടാഡി ഓർത്ത് വെക്കുക. ഇനി ലേറ്റ് എന്ന് പറയണ്ട. യു ആർ നോട്ട് ലേറ്റ്. യു കനോട്ട് സേ യു ആർ നോട്ട് ടാഡി, യു ആർ നോട്ട് ലേറ്റ്. ആം ഐ ടാഡി ടുഡേ? ആം ഐ ടാഡി ടുഡേ? ഞാൻ ഇന്ന് ടാഡി, ഞാൻ താമസിച്ചോ ചോദിക്കില്ലേ? ഞാൻ താമസിച്ചോ ഇന്ന്, അതല്ലേ? അപ്പൊ യു കൻ യൂസ് ദ വേർഡ് ടാഡി അഡ്ജക്റ്റീവ്. ഓക്കെ, ലേറ്റ് അല്ലെങ്കിൽ അൺപങ്ക്ച്വൽ, ഡിലേഡ്, ബിലേറ്റഡ്. അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നിങ്ങൾക്ക് പറയാം ടാഡി ബർത്ത്ഡേ വിഷസ്. അപ്പൊ അവർ വിചാരിക്കും എന്താണ് ഈ ടാഡി? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത വാക്ക് നോക്കട്ടെ. ഹി ഡിഫങ്ക്റ്റഡ് ഹർ സ്റ്റഡീസ് ആൻഡ് ഡ്രീംസ് ഡ്യൂ ടു പെനുറി. ഓക്കെ, my newly brought AC is in defunct mode. Okay, പറയാം. my wedding saree is defunct now. Defunct എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇനോപ്പറേറ്റീവ്, ഫോൾട്ടി. ഫോൾട്ടി വരാം, കറക്റ്റ് പറയാം. ഒരർത്ഥമല്ലോ. defunct electronic materials are removed from the office. Yes. reconciliation of statement. Yeah. the factory was seized because of defunct in all the machinery. Yes. there has been an escalation of students subscribing to Malayalam YouTube channel. Okay. All right. The Mullaperiyar Dam posing threat to the lives of many should be defuncted as soon as possible. Okay. He study everywhere. He's late everywhere. അതാണ് ഉദ്ദേശിക്കുന്നത്. എവറിവെയർ എന്ന് കൊടുക്കരുത്. ഹി സ്റ്റഡി എവറി ടൈം. എപ്പോഴും അവൻ ലേറ്റ് ആണ്. ലേറ്റിന്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കില്ല? എവറിവെയർ, എല്ലായിടത്തും ലേറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് യൂസേജ് ടൈമുമായിട്ട് റിലേറ്റഡ് ആണ് ടാഡി എന്നുള്ളത്. ഓക്കെ, ടൈമുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരിക്കലും നമ്മൾ പ്ലേസുമായിട്ട് റിലേറ്റഡ് അല്ല ടാഡി. ലേറ്റ് എന്ന് പറഞ്ഞാൽ ടൈമുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ മീനിങ് ഫുൾ ആവണം, ഇല്ലെങ്കിൽ അതിനെ മീനിങ് ഫുൾ ആവില്ല. The consul spoke slowly with great gravity. Yes. INS Vikrant
has become a defunct ship in India as it is sold to the ship breaker. It is sold, അതല്ല ഉദ്ദേശിക്കുന്നത്. That's right. Yeah. റോസ് PDF അവൈലബിൾ ആണല്ലോ. ഞാൻ ഡെയിലി PDF, റോസ് നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻ്റ് അല്ല അല്ലേ? പെയ്ഡ് സ്റ്റുഡൻസ് ഞാൻ PDF എപ്പോഴും അയച്ചു കൊടുക്കാറുണ്ട്. ഷി ഹാഡ് ബീൻ റൈറ്റിംഗ്, ഞാൻ പറയാം, ഞാൻ ഇതിൻ്റെ സാധാരണ ഇതിൻ്റെ ഇതിൽ കൊടുക്കുമായിരുന്നു. നമ്മുടെ ഇപ്പം ഇതിന് ടെക്നിക്കൽ ടീം കുറച്ച് തിരക്കിലായതുകൊണ്ട് ആ പരിപാടി നടക്കാത്തതാണ്. ഐ മേക്ക് ഷുവർ ദാറ്റ് ഇനി കിട്ടും, എല്ലാവർക്കും ഞാനത് ഉറപ്പ് വരുത്താം കേട്ടോ. ഓക്കെ, ഷി ഹാഡ് ബീൻ റൈറ്റിംഗ് ഫോർ എ മാഗസീൻ വിച്ച് ഇസ് ഡിഫങ്ക്ട് നൗ, ഇനോപ്പറേറ്റീവ്. ഓക്കെ, പറയാം, കറക്റ്റ് ആണ്, പറയാം. Okay. All right. Politicians are tardy always. Okay. I came tardy in school. Okay. The large number of vehicles is defunct due to pandemic. Defunct is inoperative. അതാണ് ഉദ്ദേശിക്കുന്നത്. പറയാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അപ്രിഹെൻഷൻ. നിങ്ങൾക്കറിയാം അപ്രിഹെൻഷൻ, രണ്ട് വാക്കുണ്ട് അപ്രിഹെൻഷന്. നമ്മളത് ഇന്നാളും പറഞ്ഞാണ്. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരു അർത്ഥം ആൻസൈറ്റി, ആൻസ്റ്റ്, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു അണീസിനെസ് എന്നൊക്കെയാണ് ഇതിന് പറയാം. ആൻസൈറ്റി, അണീസിനെസ്, ആൻസ്റ്റ് എന്നൊക്കെ അപ്രിഹെൻഷൻ അർത്ഥമുണ്ട്. വേറൊരു അപ്രിഹെൻഷൻ എന്നുള്ള മീനിങ് ഇതാണ്, അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കൺസേൺ, കോഗ്നിഷൻ, റിയലൈസേഷൻ എന്നൊക്കെ അർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. കോഗ്നിഷൻ, റിയലൈസേഷൻ, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ അർത്ഥവും ഇതിനുണ്ട്. റിയലൈസേഷൻ, കോഗ്നിഷൻ, കൺസേൺ എന്നൊക്കെ അപ്രിഹെൻഷൻ. രണ്ടർത്ഥമുണ്ട്. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേടി, അണീസിനെസ് അല്ലെങ്കിൽ ഒരു വിഭ്രാന്തി എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്രിഹെൻഷന് വരിക. അടുത്തൊരർത്ഥം എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഒരു തിരിച്ചറിവ്. കോഗ്നിഷൻ, റിയലൈസേഷൻ, കൺസേൺ എന്നൊക്കെയുള്ള അർത്ഥം കൂടിയുണ്ട് അപ്രിഹെൻഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ പല രീതിയിൽ അപ്രിഹെൻഷൻ എന്ന വാക്ക് കാണും. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി രണ്ടർത്ഥം ഇതിനുണ്ടെന്നുള്ള കാര്യം. ഓക്കെ. Price escalation of fuel or gas made ordinary people's life miserable, right? അടുത്ത വാക്കാണ് ostensibly. എനിക്ക് തോന്നുന്നു ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ് ostensibly എന്ന മീനിങ് എന്താണ്? apparently, seemingly, തോന്നുവാണ് നമുക്ക്. we don't know correct for sure, sure അല്ല, but may അല്ലേ, you don't know, apparently തോന്നിയിട്ടല്ലേ നമുക്ക് ഒരു ഇതായിട്ട് കാണപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പാരന്റ് ആയിട്ട് കാണുന്നത് അങ്ങനെയാണ്. എവിഡന്റ്ലി അല്ലെങ്കിൽ അപ്പാരന്റ്ലി, സീമിംഗ്ലി, സപ്പോസിഡ്ലി എന്നൊക്കെ പറയും നമ്മൾ. ostensibly എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാണത്തില്ല അല്ലെ, എക്സ്പ്ലിക്കബിൾ ആയിട്ട് കാണുന്നത് ഇങ്ങനെയാണ്. വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ നോട്ട്, ഷുവർ അല്ല എങ്കിൽ വി വിൽ സേ ostensibly. ostensibly എന്ന് പറഞ്ഞാൽ apparently എന്ന് പറയാം. ഓൾ റൈറ്റ്. there is a war, there is a chance for a war, അല്ലെങ്കിൽ they are fighting apparently, seemingly എന്നതിന് വേണ്ടിയിട്ടാണെന്നോ, they are fighting apparently for the അതിനാണെന്ന് തോന്നുന്നു, for the area, for the territory എന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. we don't know for sure ആണെന്ന് തോന്നുന്നു. അതിനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അടുത്തെന്താ? ഐ ഹാവ് എൻ അപ്രഹെൻഷൻ ഡിസോർഡർ എന്ന് പറയോ? അൻസൈറ്റി ഡിസോർഡർ പറയാം. അപ്രിഹെൻസീവ് എന്നൊക്കെ കേട്ടില്ല. അപ്രിഹെൻസീവ് ഇസ് എൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അപ്രിഹെൻഷൻ ഇതിന്റെ നൗൺ ആണെന്ന് മാത്രം പറയാം. You were arrested for resisting lawful apprehension, concern, realization. Okay, പറയാം. The world വേറെ ഒന്ന് പറയല്ലോ. Couple came to apprehension and reconciled. Okay. The world leaders' study attitude towards carbon emission control is taking a toll on the poor countries. Yes. The escalation of prices of petrol is making the life of commoners miserable. Okay, പറയാം. Unequivocal. Okay. Okay. That boy always felt apprehension whenever he was on the stage. Anxiety, yes. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. Always felt. പറയാം. He has an apprehension to recite in public. Okay. Recent escalation in the petrol price made people in trouble. Okay. കാഴ്ചപ്പാട് അപ്രിഹെൻഷൻ, തിരിച്ചറിവ് എന്നല്ല അപ്രിഹെൻഷൻ, കാഴ്ചപ്പാട് എന്നല്ല പറയാ. എന്താ പറയാ, ഒരു തിരിച്ചറിവ് എന്നാണ് അതിന്റെ കുറച്ചുകൂടെ മീനിങ് പ്രോപ്പർ ആയിട്ട് വരാം മലയാളത്തിലെ. ഇറ്റ് സംടൈംസ് ഡിഫിക്കൽട്ട് ടു റീകൺസൈൽ സയൻസ് ആൻഡ് റിലിജൻ. യാ, എല്ലാ അഡ്വേർബാണ്. ഇതല്ലാതെ അപ്പാരന്റ് അഡ്ജക്റ്റീവ് അല്ലേ, എൽവൈ. സീമിങ് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. സീമിംഗ്ലി എൽവൈ വന്നേക്കുന്നുണ്ടോ? സപ്പോസിഡ് അഡ്ജക്റ്റീവ് ആണ്, എൽവൈ വന്നേക്കുന്നുണ്ടോ? അഡ്വേർബാണ്. യെസ്, അതെല്ലാം അഡ്വേർബാണ് കേട്ടോ.
ഇല്ല ഷിബിൻ, ഇതുവരെ എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, അറിഞ്ഞിട്ടില്ല കേട്ടോ. ദ BSE ഇൻഡെക്സ് ഇസ് ostensibly bullish towards today. Yeah. ഓക്കെ, മൂവിങ് ഓൺ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിനോണിംസ് ആൻഡ് ആന്റണിംസ്. ഇന്നത്തെ നമ്മൾ റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കിയില്ലേ. അപ്പോൾ നമുക്കിനി എവിടേക്ക് പോകാം? നേരെ നമ്മുടെ അടുത്ത വാക്കുകളിലോട്ട് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാക്കുകളാണ് ഇത്. പെട്ടെന്ന് നോക്കാം കേട്ടോ. എക്സ്കൾപേറ്ററി. എക്സ്കൾപേറ്ററി എന്നത് അഡ്ജക്റ്റീവ് ആണ്. അതിനൊരു നൗൺ വെർബ് ഫോർമുലേഷൻ ഉണ്ട്, എക്സ്കൾപേറ്റ്. എക്സ്കൾപേറ്റ് വേർബ് ആണ്. അത് നൗൺ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് എക്സ്കൾപേറ്ററി. എക്സ്കൾപേറ്ററി എന്ന് പറഞ്ഞാൽ അബ്സോൾവിങ്, അക്വിറ്റിംഗ്, എക്സോണറേറ്റിംഗ്, റിലീസിങ് അല്ലെങ്കിൽ വിൻഡിക്കേറ്റിംഗ് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇത് നിങ്ങൾ ഓർക്കുക എന്ത് വാക്കാന്നല്ലേ? ഇതിന്റെ വാക്ക് ഇത്രേ ഉള്ളൂ. നമ്മളൊരു കേസിന് ഒരാളെ പിടിച്ചു തടവിലാക്കി എന്നിട്ട് വിധി നിർണയം, അയാളെ വെറുതെ വിടുക, അതിനെയാണ് എക്സ്കൾപേറ്ററി. എക്സ്കൾപേറ്ററി മിഷൻ, അബ്സോൾവിംഗ്, വിൻഡിക്കേറ്റിംഗ് മിഷൻ, എക്സോണറേറ്റിംഗ് എന്നൊക്കെ അർത്ഥം. അതേ വാക്ക് താഴോട്ട് നോക്കിയേ. എക്സോണറേറ്റ് എന്ന വാക്ക് വെർബ്, എക്സ്കൾപേറ്റ് എന്ന വാക്ക് സെയിം മീനിങ് ഉള്ള വാക്ക് നോക്കിക്കോളൂ കേട്ടോ. സെയിം മീനിങ് ഉള്ള വാക്കുണ്ടോ? എക്സോണറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം റിലീസ്, ഡിസ്ചാർജ്, റിലീവ്, ലിബറേറ്റ്, ഫ്രീ എന്നാണ് അർത്ഥം. എക്സോണറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഫ്രീ സംവൺ, ലിബറേറ്റ് സംവൺ, റിലീവ് സംവൺ, ഡിസ്ചാർജ് സംവൺ, റിലീസ് സംവൺ. ഓക്കെ, റിലീവ്, റിലീസ് അതൊക്കെയാണ് മീനിങ്. അതേ വാക്കിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് എക്സ്കൾപേറ്ററി. എക്സ്കൾപേറ്റ് എന്ന് പറഞ്ഞാൽ എക്സോണറേറ്റ്, വിൻഡിക്കേറ്റ് എന്നൊക്കെ തന്നെയാണ്. ഓർത്തോണം, വിൻഡിക്കേറ്റ് അത് തന്നെയാണ്. ഓക്കെ, ഒരു എന്താ പറയാ, ഒരു കേസിൽ നമ്മളെ വെറുതെ വിടുക, അതിനെയാണ് എക്സ്കൾപേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എക്സ്കൾപേറ്റ് എന്ന് വെറുതെ വിടുന്ന, സോൾവിംഗ് ആയിട്ടുള്ള, അക്വിറ്റിംഗ് ആയിട്ടുള്ള എന്നാണ് അർത്ഥം കേട്ടോ. ഓർത്ത് വെച്ചോ. അടുത്തത് റിറ്റാലിയേറ്ററി. റിറ്റാലിയേറ്ററി എന്ന് പറഞ്ഞാൽ റിട്രിബ്യൂട്ടീവ്, റിവെഞ്ച്ഫുൾ. റിറ്റാലിയേറ്ററി മിഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ടെററിസ്റ്റ് മിഷൻസ് കണ്ടിട്ടുണ്ടോ? കൂടുതലും റിട്രിബ്യൂട്ടീവ് മിഷൻസ് ആണ്, റിവെഞ്ച്ഫുൾ ആണ്. പിന്നെ നമുക്ക് അതിന് വേറൊരു ഇതുണ്ട്, റിറ്റാലിയേറ്ററി എന്താണ്, റിറ്റാലിയേറ്ററി സസ്പെൻഷൻ, ഡിസിപ്ലിനറി സസ്പെൻഷൻ എന്നൊക്കെ. ഡിസിപ്ലിനറി എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മളെ ശിക്ഷിക്കുന്നതിന് ഡിസിപ്ലിനറി എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ റിറ്റാലിയേറ്ററി പറയാം. ആൻഡ് അല്ലെ, ഡിസിപ്ലിനറി കമ്മീഷൻ, റിറ്റാലിയേറ്ററി കമ്മീഷൻ, ഡിസിപ്ലിനറി കമ്മിറ്റി എന്നൊക്കെ കേട്ടില്ലേ, അതാണ് റിറ്റാലിയേറ്ററി കമ്മിറ്റി. റിട്രിബ്യൂട്ടീവ്, റിവെഞ്ച്ഫുൾ എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്ക് ലിഞ്ച്. ലിഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ലിഞ്ച് എന്ന് പറഞ്ഞാൽ ഹാങ്, തൂക്കിക്കൊല്ലുക. ഹാങ്, രണ്ട് ഹാങ് ഉണ്ട്. ഈ ഹാങ്ങിന്റെ പാസ്റ്റ് ടെൻസ് രണ്ട് ഹാങ് ഉണ്ട്. ഇത് നമുക്ക് എക്സാമിനൊക്കെ നമ്മൾ എപ്പോഴും വരുന്ന ഹാങ് ആണ്. രണ്ട് ഹാങ് ഉണ്ട്. ഒരു ഹാങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ഹാങ്ഡ് ആൻഡ് ദെൻ ഹാങ്ഡ് ആണ്. പിന്നെ നമുക്ക് വേറൊരു ഹാങ് ഉള്ളത് ഇതാണ്, ഹങ്. ഹാങ് കഴിഞ്ഞിട്ട് ഹങ്, ഹങ്. ഇതിൽ ഏതാണ് തൂക്കിക്കൊല്ലുക എന്ന മീനിങ് വരുന്നത് പാസ്റ്റ് ടെൻസിൽ? അറിയാമോ? ഇതിൽ ഏതാണ് തൂക്കിക്കൊല്ലുക എന്നുള്ള പാസ്റ്റ് ടെൻസ് മീനിങ് വരുന്നത്? പറയണേ ഏതാണെന്നുള്ളത്. ലിഞ്ച് എന്ന് പറഞ്ഞാൽ ഹാങ്, എക്സിക്യൂട്ട് ചെയ്യുക, കില്ല് ചെയ്യുക, മർഡർ, സ്ലേ എന്നൊക്കെയാണ്. സോ അതിൽ ഏത് ഹാങ് വരും എന്ന് പറയാമോ? ഓക്കെ, അപ്രിഹെൻഷൻ, ആൻസൈറ്റി ഓഫ് ഇഡിയംസ് എന്ന് നമ്മൾ പറയാം. യു മീൻ റിയലൈസേഷൻ, കോഗ്നിഷൻ ആണോ? വേണമെങ്കിൽ അങ്ങനെ പറയാം ഹസ്ന, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. യു ആർ obstinate to answer my question. You are obstinate, ostensibly അതിന്റെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്രിഹെൻഷൻ പേരൻസ് ടുവേർഡ്സ് സ്കൂൾ ഓപ്പണിംഗ്. അപ്രിഹെൻഷൻ പേരൻസ് ടുവേർഡ്സ് സ്കൂൾ ഓപ്പണിംഗ്. ബാക്കി സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല സൗമ്യ. യുവർ ടാഡി ആറ്റിറ്റ്യൂഡ് റിഫ്രെയിൻ others from walking on time too. ടു അവസാനം കൊണ്ടുവരികയാണ് കേട്ടോ. അഡ്വേർബിന്റെ യൂസേജ് ഒന്ന് ശരിയാക്കണേ. വാച്ചിങ് ക്രിക്കറ്റ് മേക്സ് മീ ഇൻ അപ്രിഹെൻഷൻ because of its influence, അതിന്റെ ഇൻഫ്ലുവൻസ് ഓൺ മില്യൻസ് ഓഫ് പീപ്പിൾ. അതല്ലേ, വാച്ചിങ് ക്രിക്കറ്റ് മേക്സ് മീ ഇൻ അപ്രിഹെൻഷൻ because of its influence on millions of people. Okay, the thought of nearing Quidditch match made Harry apprehensive. Okay, Mandela was exculpated by British people in late 90s. In late 1990s, കേട്ടോ. In late 1990s കൊടുക്കണം കേട്ടോ ശരത്. The FSSI exculpated the business operators without penalty due to the nature of the contravention. Yes. 2 girls who are sisters were lynched in Valayar near Kerala border. Yes. Okay. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ആദ്യത്തെ ഹാങ് ആണ് കില്ല് കേട്ടോ. ഇതാണ് കില്ല്. മറ്റേ ഇതെന്താ? ഹാങ് എന്ന് കഴിഞ്ഞാൽ തൂക്കിയിടുക അല്ലെ. നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യം തൂക്കിയിടുക എന്നുള്ളതാണ് അർത്ഥം. ഹാങ് എ പിക്ചർ എന്നുള്ളത് വരും കേട്ടോ. മനസ്സിലായോ? രണ്ടിന്റെ വ്യത്യാസം ഓർത്ത് വെച്ചാൽ ഒരിക്കലും തെറ്റായിട്ട് യൂസ് ചെയ്തത് ഹാങ്ങും ഒരുപാട് തവണ പാസ്റ്റൻസ് ആ കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അല്ലെങ്കിൽ V3 ഫോർമുലേഷൻ ആണ് നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ഇറ്റ് പ്രോപ്പർലി. അടുത്താണ് ഒബ്ലിക്.
ഒബ്ലീഗ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഡയറക്റ്റ്. ഇൻഎക്സ്പ്ലിസിറ്റ്, സർക്യൂട്ടസ്, ഇവേസീവ്. നമ്മൾ നേരത്തെ ഹരി പറഞ്ഞ പോലെ വളഞ്ഞ വഴിക്ക് ചെയ്യുന്ന ഒരു കാര്യം, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇൻഎക്സ്പ്ലിസിറ്റ് എവിഡന്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന, സർക്യൂട്ടസ് ആയിട്ട് വളഞ്ഞ വഴിക്ക് മൂക്കി പിടിക്കുന്ന, ഇവേസീവ് ആയ ഒരു അപ്രോച്ചിന് യു ക്യാൻ സേ ഒബ്ലീഗ് അപ്രോച്ച്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. He got exculpated because of his proven innocence. Okay, yes, great, Jayashree. A second reform would reward conspirators for giving exculpatory information. Yes, hang till death, maranam vare thooki kolla, adane thookilla. Yes, he was hanged parliament. It was a hung parliament parayile, parayum angine thala thalthida ennokke arthundu. thala thalthida, he hung his face parayile, he hung his face due to shame ennokke parayarundu. പറയാം, തൂക്കിയിടുക, എന്തും തൂക്കിയിടും, തല താഴ്ത്തിയിടാം, എന്തും, എന്തിനെ പറ്റി പറയാം. The police was lynched the criminal. Police was lynched the criminal ആണോ? The police lynched the criminal due to crime. അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? പോലീസ് ക്രിമിനലിനെ ലിഞ്ച് ചെയ്തു എന്നാണെങ്കിൽ പോലീസ് വാസ് ലിഞ്ച്ഡ് എന്നാണ്, പോലീസ് എന്താണ് കൊല്ലപ്പെട്ടു എന്നാണ്. അതല്ല, പോലീസ് ലിഞ്ച്ഡ് ആണ് ഷിബില. ഓക്കെ. Ostensibly the celebrity was hiding from ഇങ്ങനെ പറയാം, the celebrity was hiding from the photographers ostensibly. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, the celebrity was hiding ostensibly from the photographers. അതും കറക്റ്റ് ആണ്. Doctor told his patient about his disease in an oblique way. Okay, പറയാം. Yeah. Recently expulpated from jail after serving term in jail after getting 2 തവണ ഇത് വരണ്ടാവില്ല. She was rescinded. നൗഫൽ അത് കളഞ്ഞു. ഓക്കെ, മൂവിങ് ഓൺ. അപ്പൊ ഇതിന്റെ മീനിങ് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഐഡിയ കിട്ടിയാലൊന്നും. ഒരുപാട് വേർഡ്സ് ഉണ്ട്, 20 വേർഡ്സ്, അതിന്റെ റിലേറ്റഡ് സിനോണിംസ് ഒക്കെ ഉണ്ട്. കൂടാതെ നമുക്ക് 8 ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഉണ്ട്, കുറച്ചധികം വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ആൻഡ് ഷോ മി സം ലവ് ആൻഡ് ഷോ മി സം സപ്പോർട്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഓക്കെ, മറന്നുപോയവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമുക്ക് നേരെ ആർട്ടിക്കിളിലോട്ട് പോകാം. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഓക്കെ, ലെറ്റ്സ് മൂവ്. അപ്പൊ നമുക്ക് വേഗം ചെയ്താലോ? I was exonerated from the hospital yesterday. Yes, പറയാം. All right. അപ്പൊ he was പക്ഷേ എക്സോണറേറ്റിന്റെ പ്രത്യേകത തന്നെ എന്തോ, റിലീസ് എന്ന് പറയുമ്പോൾ ആ റിലീസ് അല്ല, നിയമപരമായ ഒരു സ്ഥലത്ത് നിന്ന് റിലീസാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ വെറുതെ വിടുക എന്ന് പറയില്ലല്ലോ. അപ്പൊ അത് എക്സോണറേറ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, പോലീസ് ഹാങ് ദി കൾപ്രിറ്റ് ഇൻ ഹാലോ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. Images in retina are oblique. Yes, indirect. Yes. Moving on to today's article. അപ്പൊ ഇന്നത്തെ ആർട്ടിക്കിൾ പിടിച്ചോളൂ. നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ പിടിച്ചോളൂ. Caught in the crossfire. നമ്മൾ പറഞ്ഞല്ലോ, വെടി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനെ ക്രോസ് ഫയർ, ഗൺ ഫയറിൽ കൗട്ട് ചെയ്യപ്പെട്ടു. Caught in എന്താണ് ക്രോസ് ഫയർ, അതിൽ പെട്ടുപോയി എന്നാണ് കേട്ടോ. നോക്കാം. India and Pakistan get caught in. നമ്മൾ പറഞ്ഞല്ലോ അതാ. India and Pakistan must ensure that fishermen are not victims of a deterioration in ties. അപ്പം കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ട് നമ്മുടെ ഓതർ പറയുന്നുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും ഒരു കാര്യം ഉറപ്പ്, ഇന്ത്യ ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഒരു കാര്യം ഉറപ്പുവരുത്തണം, ഫിഷർമെൻ, നമ്മുടെ ഫിഷർ ഫോക്കില്ലേ, നമ്മുടെ കമ്മ്യൂണിറ്റി, ദേ ആർ നോട്ട് വിക്ടിംസ് ഓഫ് ദ ഡിറ്റീരിയോറേഷൻ ഇൻ ടൈസ്. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇതിന് ഡിക്ലൈന് കാരണക്കാരായിട്ട് ഇരിക്കാൻ ഒരിക്കലും പാടില്ല. അതിന്റെ വിക്ടിംസ് ആകാൻ നമ്മുടെ ഫിഷർമെൻ അല്ലെങ്കിൽ സിവിലിയൻസ് ആകാൻ പാടില്ല എന്ന ഒരു ഇതാണ് നമ്മുടെ ഓതർ എന്ന് മുന്നോട്ട് വെക്കുന്നത്. ലെറ്റ്സ് സീ. ആൻ ഇന്ത്യൻ fisherman was killed in the firing by the Pakistan Maritime Security Agency PMSA of Gujarat on November 7. This is the first such killing by the PMSA in the last 6 years, though conflicts over fishing rights are not infrequent along the international maritime boundary line between two countries. 6 other fishermen have reportedly been detained while one injured person managed to return to Indian shores. India has termed Pakistan's action deplorable. പറഞ്ഞു വരുന്ന വളരെ സിമ്പിൾ ആയ ഒരു ആർട്ടിക്കിൾ ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഫിഷർമാനെ കൊല്ലപ്പെട്ടു. എവിടെ വെച്ച്? എന്താണ്, ഗുജറാത്തിലെ ഓഫ് ഷോറിൽ കോസ്റ്റിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടു November 7. അത് ആരാണ് കൊന്നത്? പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി PMSA ആണ് കൊന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ളതാണ്, ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് നടക്കുന്ന, 6 വർഷത്തിനിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇൻ ദ ലാസ്റ്റ് 6 ഇയേഴ്സിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കൊലപാതകമാണ് ഇങ്ങനെ നടക്കുന്നത് ഫിഷിംഗ് റൈറ്റ്സിനെതിരെ, ഫിഷർമാനിന്. ഓക്കെ, ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഫിഷിംഗ് റൈറ്റ്സ് ശരിക്കും നമ്മുടെ ബോർഡർ ഏരിയ കോസ്റ്റിൽ ഫിഷിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ല, അതിന് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടേയിരിക്കും, എപ്പോഴും വഴക്കും വെക്കാണും ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഇൻഫ്രീക്വന്റ്, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ടുള്ള വരും പോകും അങ്ങനെ ഒക്കേഷണലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു.
ഈ ബൗണ്ടറി ലൈനിൽ മൊത്തത്തിൽ ഈ രണ്ട് കൺട്രീസ് തമ്മിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കോസ്റ്റിൽ അവരുടെ ഏരിയ ആണോ നമ്മുടെ ഏരിയ ആണോ എന്ന് അറിയില്ലാത്ത പറയുന്ന ലാൻഡിന്റെ വിഭജനമുണ്ടല്ലോ. ഒരു നെഗോസിയേഷൻ ഒന്നും നടക്കാതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിൽ 6 വർഷത്തിനിടെ ഇത് ആദ്യത്തെ ഒരു കൊലപാതകമാണ് എന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈനിൽ ഉള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഓർക്കുക. അപ്പോൾ 6 അതർ ഫിഷർമെൻ, 6 അതർ ഫിഷർമെനെ ഡിറ്റെയിൻ ചെയ്യപ്പെട്ടു വെച്ചു. അവരെ ഇവിടെ ചെയ്യപ്പെട്ടു, അവരെ നമ്മൾ ഇംപ്രസൺ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഒരാൾ ഇഞ്ചേർഡ് ആയി, അയാൾ തിരിച്ചു വന്നു, ഇന്ത്യൻ ഷോറിലോട്ട് എത്തി. ഒരാൾ ഇഞ്ചേർഡ് ആയിരുന്നു. 6 അതർ ഫിഷർമെനെ എവിടെ ചെയ്യപ്പെട്ടു? തടവിലാക്കിയിട്ടുണ്ട്. ഒരാൾ പക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ 6 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല, 6 പേര് ഡിറ്റെയിൻ ചെയ്യപ്പെട്ടു, 7ാമത്തെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പറയുന്നത് പാകിസ്ഥാന്റെ ഈ ആക്ഷൻ ഡിപ്ലോറബിൾ ആണ്. അല്ലെ, പറ്റില്ല. ആൻഡ് ഇൻ കോൺട്രവെൻഷൻ ടു ഓൾ ദ എസ്റ്റാബ്ലിഷ്ഡ് ഇന്റർനാഷണൽ പ്രാക്ടീസസ് ആൻഡ് ബയലാറ്ററൽ അണ്ടർസ്റ്റാൻഡിങ്സ്. അപ്പൊ പറയാണ് പാകിസ്ഥാനി ആക്ഷന് ഇന്ത്യക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് ബാഡ് എന്ന രീതിയിലാണ് ഇന്ത്യ പറയുന്നത്. ഓൺ മൺഡേ, കാരണം ബൈലാറ്ററൽ ആയിട്ടുള്ള രണ്ട് കൺട്രീസിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്, അതിനെ ഇന്റർനാഷണൽ പ്രാക്ടീസിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന് അത് ഒരു വിലങ്ങായിട്ട് നിൽക്കുകയാണ് എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഓൺ മൺഡേ ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സമ്മൺഡ് പാകിസ്ഥാനി a diplomat who was asked to investigate the incident and instruct its forces to refrain from unprovoked firing. According to Gujarat government, a total of 345 fishermen from the state were lodged in Pakistan jails as on December 2020. In April 2020, Pakistani forces opened fire on 2 boats off the Gujarat coast, injuring 1 person, and in 2019, they sunk an Indian boat in which 6 of 7 fishermen on board were rescued. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ നടക്കുന്ന പ്രശ്നങ്ങളാണോ? ഇത് കുറച്ച് നാളായിട്ട് നമുക്ക് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, നോക്കാം. റൈറ്റ്, ഓക്കെ. അപ്പം നോക്കാം. അപ്പം തിങ്കളാഴ്ച മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പാകിസ്ഥാനി ഡിപ്ലോമാറ്റെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കാര്യം ഒന്ന് നീ ഒന്ന് കേസൊക്കെ ഒന്ന് അന്വേഷിക്കണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം. കാരണം ഡിപ്ലോമാറ്റ്, നമ്മുടെ റെപ്രസെന്റേറ്റീവ്, പാകിസ്ഥാനി റെപ്രസെന്റേറ്റീവിനോട് പറഞ്ഞു ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം എന്നിട്ട് ഇൻസ്ട്രക്ട് ചെയ്തു, അദ്ദേഹത്തോട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. കാരണം ഈ ഫോഴ്സസ് എന്ത് ചെയ്യണം? അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഫയറിംഗ്, വെറുതെ അല്ലെ, ആരും പ്രൊവോക്ക് ചെയ്യാതെ വെറുതെ ഫയറിംഗ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു റിഫ്രെയിൻ ഫ്രം, ഒരിക്കലും ഡു നോട്ട് ഫയർ ദം. പ്രൊവോക്കേഷൻ ഇല്ലാതെ വെറുതെ ഫയറിംഗ് നടത്തരുത്, വെടിവെക്കരുത് എന്ന് പറഞ്ഞു. ബിക്കോസ് നമുക്കറിയാം ഇത് രണ്ട് രാജ്യങ്ങളുടെയും മറൈൻ സെക്യൂരിറ്റിയുടെ വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഫയർ കോമൺ പീപ്പിൾ, സിവിലിയൻസ് വിതൗട്ട് പ്രൊവോക്കേഷൻ ഇല്ലാതെ ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പൊ ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഇതനുസരിച്ച്, അവരുടെ വാക്കനുസരിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: 345 ഫിഷർമെൻ, സ്റ്റേറ്റിലെ 345 ഫിഷർമെൻസ് പാകിസ്ഥാൻ ജയിലിലാണ്. ഡിസംബർ 2020 ഫിഷർമെൻ ജയിലിലായി. ഇതിന്റെ പേര് പറഞ്ഞോ, ഓക്കെ, ഫിഷിംഗ് റൈറ്റ് ഇല്ലല്ലോ അവർക്ക്, അതുകൊണ്ട്. അപ്പൊ അവർ പാകിസ്ഥാനി ജയിലിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു ഡിസംബർ 2020. എന്നാൽ ഏപ്രിൽ 2020 ആയപ്പോൾ പാകിസ്ഥാനി ഫോഴ്സസ് എന്ത് ചെയ്തു? ഓപ്പൺ ഫയർ ഓൺ 2 ബോട്ടിന് ഫയർ ഇട്ടു, വെടിവെച്ചു. ഓക്കെ, ഗുജറാത്ത് കോസ്റ്റിലുള്ളത്. അതിൽ ഒരാൾ എന്ത് ചെയ്യപ്പെട്ടു? ഇഞ്ചേർഡ് ആയിപ്പോയി. ഒരു മനുഷ്യൻ ഇഞ്ചേർഡ് ആയിപ്പോയി. പിന്നെ 2019 നടന്നത് എന്താണ്? ഷിപ്പ് ഒരു ഇന്ത്യൻ ബോട്ട് സങ്ക് ആയിപ്പോയി. ഓർക്കണേ, സങ്ക്, ഈ വേർബ് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോണേ. ഷിപ്പ് എപ്പോഴും നമ്മൾ എന്താ പറയാ? സങ്ക് ആയെന്നേ പറയുള്ളൂ, ഡ്രൗൺ എന്ന് പറയില്ല. ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, സങ്ക് ആൻഡ് ഡ്രൗൺ രണ്ട് വേർഡാണ്. ഡ്രൗൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുങ്ങിപ്പോവാ. ലിവിങ് തിങ്സ് ആണെങ്കിൽ മുങ്ങിപ്പോവാ, നോൺ ലിവിങ് തിങ്സ് ആണ് സങ്ക് ആയി എന്നേ നമ്മൾ പറയുള്ളൂ കേട്ടോ. ഡ്രൗൺ ആൻഡ് സങ്ക് ശ്രദ്ധിച്ചോണം. ഓക്കെ, ആൻഡ് അതില് മുങ്ങിപ്പോയി അല്ലെ. എന്നിട്ട് അതിൽ നമ്മൾ 7 ഫിഷർമെനെ റെസ്ക്യൂ ചെയ്യപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു അല്ലെ. അവർ ബോട്ടിൽ കയറി എത്ര പേര് രക്ഷപ്പെട്ടു? 7 പേര്. 7 പേരല്ല, 7 പേരിൽ ഒരാൾ മാത്രം ഇല്ലാതെ ബാക്കിയുള്ളവര് രക്ഷപ്പെട്ടു. 6 ആൾക്കാർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. നോക്കാം. എന്നാൽ ഒരാളവിടെ പറ്റി വെൻ മിസ്സിംഗ്, അയാളില്ല. 2019 നടന്ന കാര്യമാണ് കേട്ടോ ഇത്, ഓർക്കാം. അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം. Fishermen often get caught in the fluctuating fate of the bilateral relationship between the 2 countries, which is currently at a low. സാധാരണ ഇവിടെ ഫിഷർ കമ്മ്യൂണിറ്റീസ്, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നം അല്ലാത്തതുകൊണ്ടാണ് ഓതർ ഇത് പറയുന്നത് കേട്ടോ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് 6 വർഷത്തിനുള്ള ഒരാളെ മരിച്ചിട്ടുള്ളൂ, കൊന്നുള്ളൂ എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും ഇത് ഇന്നും ഇന്നലെ അവരെ അവിടേക്ക് തടവിലാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്.
ബോട്ടിന് വെടിവെക്കുക, അതൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യമാണ്, കലാപരിപാടികൾ. എന്നാലും ഈ ബയലാറ്ററൽ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ഫ്ലക്ച്വേറ്റിംഗ്. ചില സമയത്ത് നന്നായിട്ടിരിക്കും, ചില സമയത്ത് കൊള്ളില്ലാത്ത രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യണം. അവിടെ ഇവിടെ ഒരു ചാഞ്ചാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പാത്രമാകുന്നത്, ഇതിനെ പ്രോൺ ടു ആവുന്നത് നമ്മുടെ പാവപ്പെട്ട ഫിഷർ ഫോക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ ഈയിടെയായിട്ട് ഈ കറണ്ടായിട്ട് ഇവിടെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല, അധികം ഇല്ല, ലോ ആണ് എന്നാണ് ഓതർ പറയുന്നത്. അതാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞു വരുന്ന കാര്യം കേട്ടോ. സത്യം സത്യം. നമ്മൾ ഇത്ര സ്ട്രോങ് ആയിട്ട് അവരിതാണെങ്കിൽ നമ്മൾ കുറച്ച് വീക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ത്യ ഇവരുടെ ഭാഗത്തായേനെ അല്ലേ. യെസ്. അടുത്ത് നോക്കാം. അക്കോർഡിംഗ് ടു ദ നാഷണൽ ഫിഷർ വർക്കേഴ്സ് ഫോറം, there are 558 Indian fishermen in Pakistani jails and 74 from Pakistan in Indian prisons. The forum calculates that 1,200 Indian fishing vessels are in Pakistan's custody. The families of these imprisoned people are in penury. Consular access to those in prison is difficult. Only 295 of the 558 prisoners in Pakistan could have their nationality verified. വേറെ പ്രശ്നം നോക്കിക്കേ, എത്ര പേരാ നോക്കിയേ. നാഷണൽ ഫിഷർ ഫോക്കിന്റെ നോക്കണം, നാഷണൽ ഫിഷർ വർക്കേഴ്സ് ഫോറം, അവരുടെ ആ ഗിൽഡ്, അവരുടെ ഗിൽഡിൽ ഉള്ള, അവരുടെ കൂട്ടം ഉള്ള ആ ഒരു ഫോറം, ഇതിലുള്ള കമ്മിറ്റിയിലുള്ളവർ പറയുന്ന അനുസരിച്ച് 558 ഇന്ത്യൻ ഫിഷർമെന് പാകിസ്ഥാനി ജയിലിലാണ്. അതുപോലെ തന്നെ വെറും 74 പാകിസ്ഥാൻകാർ മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റിലുള്ളൂ, ഓർക്കണം. എന്നാൽ ഈ ഫോറം കാൽക്കുലേറ്റ് ചെയ്യുന്ന അനുസരിച്ച് 1200 ഇന്ത്യൻ ഫിഷിംഗ് വെസൽസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഷിപ്പ് ഓർ ബോട്ട് വെസൽസ്, അതിൽ പെടുന്നത് അത് പാകിസ്ഥാന്റെ കസ്റ്റഡിയില്ല. എത്രണ്ണോ 1200 ബോട്ട് ആൻഡ് ഷിപ്പ് വെസൽസ് മൊത്തം എവിടെ, ബോട്ട് ഉദ്ദേശിച്ചാൽ മതി, ബോട്ട്, ഇറ്റ്സ് നോട്ട് ഷിപ്പ്, ബോട്ട് എവിടെയാണ്, പാകിസ്ഥാന്റെ കൈവശമുണ്ട്. എന്നാൽ ഈ ഇംപ്രസനായി ചെയ്യപ്പെട്ടവർ, പാവപ്പെട്ടവരുടെ ഫാമിലി മൊത്തം എപ്പോഴും കഷ്ടപ്പാടില്ല ചോദിക്കുന്നത്. അവരുടെ കാര്യത്തിൽ അവരുടെ അധോഗതി എപ്പോഴും നോബഡി ഈസ് ദെയർ ടു ലുക്ക് ആഫ്റ്റർ ദം. നേരത്തെ പറഞ്ഞ കോൺസുലർ ആക്സസ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആക്സസ്, ഒരു ഡിപ്ലോമാറ്റിന്റെ ആക്സസ്. ഞാൻ പറഞ്ഞില്ല, കോൺസുലർ എന്ന് പറയുന്നു, ഡിപ്ലോമാറ്റിക് ആക്സസ് ഈ പ്രസിഡന്റിലോട്ട് കിട്ടുന്നില്ല. ഒരു അംബാസിഡറിന് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവിന് ചെന്ന് ഇവരെ ഒന്ന് സന്ദർശിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൽ 295 ഈ 558 പേരിൽ വെറും 295 പേര് മാത്രമാണ് ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ളത് വെരിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആരും നാഷണാലിറ്റി വെരിഫൈഡ് അല്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മുടെ നാടിന്, ഏറ്റവും പ്രശ്നമുണ്ട്. അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നു വീണ്ടും. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. In 2017, both countries formed a joint judicial committee comprising 8 retired judges, 4 each from India and Pakistan, to facilitate the exchange of civilian prisoners. The mechanism has been defunct since 2013, and attempts to revive it in 2018 did not bear fruit. Civilians along international borders often get caught in disputes between countries, and India has several such hotspots on land and in sea. Even fishermen venturing near the India-Sri Lanka maritime border often fall victim, though both countries maintain cordial bilateral ties. Many Indian villages along the border with Myanmar and Bangladesh also become. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്നാ, പാകിസ്ഥാന്റെ ബോർഡർ മാത്രമാണ് പ്രശ്നം അല്ല. 2007 രണ്ട് കൺട്രിയും, പാകിസ്ഥാനും ഇന്ത്യയും, ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ ഫോം ചെയ്തിരുന്നു. അതിൽ 8 റിട്ടയർഡ് ജഡ്ജസിന്റെ ഒരു കമ്മിറ്റിയാണ് നമ്മൾ ഫോം ചെയ്തത്. അവരുടെ ഒരു പാനലാണ്, ജഡ്ജസിന്റെ പാനലാണ് അല്ലെങ്കിൽ ജൂറിയാണ് നമ്മൾ ഫോം ചെയ്യിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യങ്ങൾ, 4 പേര് ഇന്ത്യയിൽ നിന്നും 4 പേര് പാകിസ്ഥാൻ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സിവിലിയൻ പ്രിസണേഴ്സിന്റെ എക്സ്ചേഞ്ചിനെ പറ്റി ഒരു ധാരണയിലെത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ എന്തായി, ഈ മെക്കാനിസം നന്നായി നടന്നോ? നോ, അത് ഫോൾട്ടി ആയി മാറി, ഡിസ്ഫങ്ഷണൽ ആയി മാറി. എപ്പോ 2013 മുതൽ അതൊരു നല്ല ഓപ്പറേറ്റീവ് ആയിട്ടല്ല നടക്കുന്നത്. എന്നാൽ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടി, ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 2018 നമ്മളൊന്ന് ശ്രമിച്ചു. വി ട്രൈഡ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ബെയർ ഫ്രൂട്ട്. നടന്നില്ല, റിസൾട്ട് ആയില്ല, നന്നായി സക്സസ്ഫുൾ ആയില്ല. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരുപാട് സിവിലിയൻസ് ഇന്റർനാഷണൽ ബോർഡേഴ്സിൽ പിടിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ഇതിന് പിടിക്കപ്പെടുന്നല്ല, ഗെറ്റ് കോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയി മാറുന്നുണ്ട്, ഈ ഡിസ്പ്യൂട്ടിന്റെ പാത്രമായി മാറുന്നു. ദേ ആർ പ്രോൺ ടു ദീസ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ കാരണമായിട്ട് ഒരുപാട് സിവിലിയൻസ് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്, ഇങ്ങനത്തെ പ്രോൺ ഏരിയാസ് ഒരുപാടുണ്ട്. അത് ഏതൊക്കെയാണെന്നാ പറയുന്നത്? അതിപ്പോൾ ലാൻഡിലായിക്കോട്ടെ സീലായിക്കോട്ടെ ഉണ്ട്. കാരണം ഇന്ത്യ ശ്രീലങ്ക മാരിടൈം ബോർഡറിൽ ഇതുപോലത്തെ പ്രശ്നമായിട്ടുണ്ട്. ഒരുപാട് കൺട്രീസ്, ഇന്ത്യ ശ്രീലങ്ക ബോർഡറിലുള്ള കൺട്രി, നമ്മുടെ സ്റ്റേറ്റ്സിലും ഇതുപോലെ പ്രശ്നമുണ്ട്. ഒരുപാട് പേര് ഇതിന് വിക്ടിം ആയിട്ടുണ്ട്. ബിക്കോസ് ഈവൻ ദോ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബന്ധത്തിലാണ് എങ്കിലും, നല്ലൊരു കോർഡിയൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അവിടെയും പ്രശ്നമാണ്. അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ അല്ല,
വേറെ പ്രശ്നമുണ്ട് ഇന്ത്യൻ വില്ലേജസ് ഉള്ള മ്യാൻമർ ബംഗ്ലാദേശ് ബോർഡറിൽ, പണ്ടത്തെ ബർമ്മയില്ലേ അതാണ്, മ്യാൻമർ ബംഗ്ലാദേശ് ബോർഡറിലും ഇതുപോലുള്ള നമ്മുടെ വില്ലേജസിലും ഇതേ പ്രശ്നം നിൽക്കുവാണ്. ഒരു അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഈ മാരിടൈം റിലേഷൻഷിപ്പ് ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കണം, ബയലാറ്ററൽ ടൈസ് സെറ്റ് ആക്കണം. ഇല്ലെങ്കിൽ ഇതിന് അനുഭവിക്കുന്നത്, ഇതിന്റെ വിക്ടിംസ് ആവുന്നത് പാവം നമ്മുടെ ആരാണ്, ഫിഷർ ഫോക്ക് ആയിരിക്കും എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. അപ്പോൾ ഇതൊരു വാർണിംഗ് ആണ്. ഇറ്റ്സ് എ റിയലി അനലിറ്റിക്കൽ എസ്സേ. Okay, and they become the theaters of conflict, as communities often find it difficult to reconcile with international borders that divide their traditional spheres of economic and social activities. Pakistan has aggressively sponsored violence in India, and terrorists trained by its agencies sailed in a hijacked Indian fishing boat in 2008 to Mumbai. It is a tragedy that ordinary people could end up in a foreign prison while trying to earn their livelihood. India and Pakistan must consider this as a humanitarian crisis and work towards resolving it. And both countries must avoid any escalation in tensions on account of the latest incident. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തിയേറ്റേഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് ഈ ഏരിയ, പ്രോൺ ടു ദീസ് ഏരിയ. ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റ്, വോറിന്റെ ഏരിയയിൽ കോൺഫ്ലിക്റ്റ് വരുന്ന പ്രോൺ ഏരിയാസ് തന്നെയാണ് ബംഗ്ലാദേശ്, മ്യാൻമർ ബോർഡർ ഏരിയാസ്, ശ്രീലങ്ക, ഇന്ത്യ ബോർഡർ ഏരിയാസ് ഒക്കെ അതേന്നാണ് പറയുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിറ്റീസിൽ പെടുന്ന ആൾക്കാർ, ഫിഷർ ഫോക്കിൽ പെടുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഡെയിലി അവരുടെ ഇക്കണോമിക് സോഷ്യൽ ആക്ടിവിറ്റീസിന് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ ദിനചര്യ നോക്കാൻ, അവരുടെ ദിവസേനയുള്ള ഫുഡിന്റെ കാര്യം നോക്കാൻ വേണ്ടി അവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ദേ ഹാവ് ടു ഗോ ഫിഷ് അല്ലേ, ദേ ഹാവ് ടു ഗോ ഫിഷ്. ബട്ട് അത് നടക്കുന്നില്ല ഇവിടെ. അത് പ്രശ്നമാണ്. ഫിഷിന് പോകുന്നവരെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. അവർ ചിലപ്പോൾ പാകിസ്ഥാൻ ജയിലിലായിരിക്കും. അങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ ദർ ഇസ് എ ഡിവൈഡ്. ഈ ബോർഡർ ഡിവൈഡ് വലിയൊരു ഇന്റർനാഷണൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു റീകൺസൈൽ ദാറ്റ്. അത് ഇന്ത്യയും പാകിസ്ഥാനും ഉറപ്പ് വരുത്തണം എന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാന് അനാവശ്യമായിട്ട് വയലൻസ് ഇന്ത്യയിലോട്ട് വന്നു. എങ്ങനെയാണ്, 2008 ഒരു ഇന്ത്യൻ ഫിഷിംഗ് ബോട്ട് അവർ പിടിച്ചിട്ട് ഹൈജാക്ക് ചെയ്തു. എന്നിട്ട് ഫിഷിംഗ് ബോട്ടുമായിട്ട് അവർ മുംബൈയിലോട്ട് വന്നൊരു ഇതുണ്ടായിരുന്നു, മുംബൈയിലോട്ട് വന്നു. that was a really big one. അത് ട്രാജഡി ആയിരുന്നു. ഇറ്റ്സ് നോ ലൈഫിൽ മൊത്തം ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഫിഷർ ഫോക്ക് അല്ലെങ്കിൽ ഫിഷർ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവര്, സാധാരണക്കാരായ ആൾക്കാർ, സിവിലിയൻസ്, അവരുടെ ഡെയിലി ലൈഫിലെ ഡെയിലി ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഈ ഓർഡിനറി പീപ്പിൾ ഈ ഇതിന്റെ ദേ ആർ ബിക്കമിങ് ദ വിക്ടിംസ് ഓഫ് ദീസ് ഇന്റർനാഷണൽ അഫയേഴ്സ്. അത് വലിയൊരു പ്രോബ്ലമാണ്. ഇറ്റ്സ് റിയലി എ സാഡ് തിങ് എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും ഉറപ്പുവരുത്തണം ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ട് ഇതിന് എത്രയും പെട്ടെന്ന് റിസോൾവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇനി ഇതിൽ കൂടുതൽ ഇതിനെ ഒരു റാപ്പിഡ് ഇൻക്രീസ് വരുത്തത്, ടെൻഷൻ, റിലേഷൻഷിപ്പ് തമ്മിൽ ടെൻഷൻ ഉണ്ടാക്കരുത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ടെൻഷനൊന്നും ഉണ്ടാക്കാതെ ഈ ഇവന്റ് ഒരാളെ കൊന്നു അതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പോയാൽ ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി സെൻസിറ്റീവ് ഇഷ്യൂ. കാരണം ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ ബേസിസിന്റെ കാര്യം എടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം നമ്മളെപ്പോഴും പറയും അനലിറ്റിക്കൽ ടോണിൽ പറയുന്ന ഒരു എസ്സേ. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പറയും പാകിസ്ഥാനും ഇന്ത്യയും നമ്മളെപ്പോഴും പ്രശ്നമാണ്. പക്ഷെ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും മാത്രമാണ് പ്രശ്നം നിങ്ങളിവിടെ കാണുന്നത് അല്ല. എല്ലായിടത്തും നമ്മൾ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയാണ് നമ്മുടെ ആ കാര്യം. കാരണം ഈ ബോർഡർ പ്രശ്നം എപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓതർ പറഞ്ഞു യു ഹാവ് ടു ടാക്കിൾ ഇറ്റ് വെരി സീരിയസ്ലി, വെരി സെൻസിറ്റീവ്ലി എന്നാണ് പറയുന്നത്. സോ അതൊരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ നിൽക്കുക എന്നുള്ളതാണ് ഓതർ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? 2 men were managed to be reached കറക്റ്റ് അല്ല. 2 men managed to reach India correct ആണ് കേട്ടോ. താങ്ക് യു ഹരി, കറക്റ്റ് ചെയ്തതിന്. നൗഫൽ, യു ഓൾസോ താങ്ക് യു. ക്ലിയർ? ഓക്കെ. മാരിടൈം ബോർഡേഴ്സ് ഡിമാർക്കേറ്റ് ചെയ്യാൻ ഓക്കെ. Scapegoats, yes, they became the scapegoats. Fisher folk ആണ്, they become the scapegoats of international disputes. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. യെസ് അശ്വിൻ, അത് തന്നെ. അപ്പൊ മനസ്സിലായല്ലോ? എങ്കിൽ നമുക്ക് നേരെ പോവാം. ഇന്നത്തെ ആർട്ടിക്കിൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വെച്ചിരുന്നു. ആൻഡ് ക്വൈറ്റ് എ സിമ്പിൾ വൺ ബട്ട് വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പൊളിറ്റിക്കൽ സെനേറിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ ആണ്. ഐ ഗെസ് ഇറ്റ്സ് ക്ലിയർ ടു യു. എങ്കിൽ നമുക്ക് നേരെ ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ, ഇന്നലത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റനിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. നോക്കിക്കോ, ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ ഇതായിരുന്നു. ദിസ് ഇസ് നോട്ട് an easy position in a country where everyone has an opinion on everything about cricket. പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. This is not an easy position in a country where everyone has a opinion on everything about cricket. ഇതിലെ ആൻസർ ഒന്ന് പറഞ്ഞേ.
എന്താണ് ഇവിടുത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ആൻസർ പറയാമോ? പറയൂ. This is not an easy position in a country where everyone has a option on everything about cricket. കുറച്ച് പേര് എനിക്ക് ആൻസർ തന്നു, 4-5 പേര് എനിക്ക് ആൻസർ തന്നിരുന്നു നമ്മുടെ കോമന്റ് സെക്ഷനിൽ. ബാക്കിയുള്ളവരൊന്നും തന്നില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞേ, നിങ്ങൾ ആൻസർ പറഞ്ഞേ. എന്താ ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നേ ഇല്ല, ആരും മിണ്ടുന്നില്ല. ഉത്തരം ആർക്കും പറയണ്ട. ഓക്കെ, ദിസ് ഇസ് നോട്ട് എൻ ഈസി വേർ എവ്രി വൺ ഹാവ് വരുവോ? ഹാവ് വരില്ല ശരത്. എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എവ്രി വൺ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ ഹാസ് തന്നെ വരണം, കറക്റ്റ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒപ്പീനിയൻ ഓ സൗണ്ട് വരുമ്പോ എ ഒപ്പീനിയൻ എന്ന് വരുവോ? ആർട്ടിക്കിൾ തെറ്റൽ ഇവിടെ. ആൻ ഒപ്പീനിയൻ. എ ഒപ്പീനിയൻ അല്ല, ആൻ ഒപ്പീനിയൻ. എക്സാക്ട്ലി. ദിസ് ഇസ് നോട്ട് എൻ ഈസി പൊസിഷൻ in a country. This is not an easy position in a country where everyone has an opinion on everything about cricket. Clear ആണോ? എല്ലാവരും HCA എക്സാം ഒരിക്കലും LLB പഠിച്ചവർക്കൊന്നുമില്ല. ഇല്ല, യു മസ്റ്റ് ഹാവ് എ ഡിഗ്രി. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയാൽ മതി. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ആൻഡ് ഐ ഗെസ് 50% മാർക്ക് ആണെന്ന് തോന്നുന്നു. യെസ്, മൂവിങ് ഓൺ. ഇന്നത്തെ സ്പോട്ട് ദ റിക്വസ്റ്റ് പിടിച്ചോ. Both the union government as well as the ruling BJP are silent on the continuance of the suspect's father as a union minister, a factor that casts a shadow on the investigation. നമ്മുടെ ലക്കിംഗേരി കേസിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ നിന്നെടുത്ത ലൈനാണ്, സെന്റൻസ് ആണ്. Both the union government as well as the ruling BJP are silent on the continuance of the suspect's father as a union minister, a factor that casts a shadow on investigation. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻ നോക്കാം, എറർ എന്താന്ന് പറയാ, ആൻഡ് യു ഹാവ് ടു ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. കോമന്റ് സെക്ഷനിൽ തരാം കേട്ടോ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എല്ലാവരും. ഓക്കെ, യാ, താങ്ക് യു സോ മച്ച് എവ്രി വൺ. ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കേരള PSC ഷോർട്ട് സെലക്ഷൻ, ദാറ്റ്സ് എ ലിങ്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ലൈവ് ആൻഡ് റെക്കോർഡഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, കീപ് കണക്റ്റഡ്. അപ്പൊ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഓഫ് കോഴ്സ് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഷെയർ ഇറ്റ് അമോങ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ADA24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ക്വിസസ് ഒക്കെ ലഭ്യമാകും. സോ ടേക്ക് കെയർ. Until then, bye-bye and enjoy the day.